ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ആനുവൽ പ്രോഫിറ്റ് പ്ലാൻ ആൻഡ് സപ്പോർട്ടിംഗ് സ്കെഡ്യൂൾ ആണ്. ഇത് നമ്മുടെ വരുന്നത് ഫിഫ്ത്ത് ടോപ്പിക് ആണ്. ഈ വരുന്ന ആനുവൽ പ്രോഫിറ്റ് പ്ലാനും സപ്പോർട്ടിംഗ് സ്കെഡ്യൂളും. ഈ ടോപ്പിക്കിൽ നമ്മൾ മെയിൻലി പഠിക്കുന്നത് നമ്മുടെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മൾ പഠിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബഡ്ജറ്റ്സ് നമ്മൾ ഓരോ പെർട്ടിക്കുലർ യൂണിറ്റിലും ഓരോ പെർട്ടിക്കുലർ ബഡ്ജറ്റ്സ് അവർ പ്രിപ്പയർ ചെയ്യും. അപ്പൊ ഓരോ ബഡ്ജറ്റ്സും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നാണ് നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കിൽ പഠിക്കുന്നത്. നമ്മുടെ കമ്പനിയുടെ ഒരു ആനുവൽ പ്രോഫിറ്റ് പ്ലാൻ അല്ലെങ്കിൽ മാസ്റ്റർ ബഡ്ജറ്റ് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും. അപ്പം ബേസിക്കലി നമ്മള് സെയിൽസ് ബഡ്ജറ്റ് ഉണ്ട്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ്. നമ്മൾ ഓൾറെഡി ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു വന്നു. മാസ്റ്റർ ബഡ്ജറ്റിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റും പഠിക്കാനുണ്ട്, ഫൈനാൻഷ്യൽ ബഡ്ജറ്റും പഠിക്കാനുണ്ട്. ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബഡ്ജറ്റ്സ് ഉണ്ട്. ഫൈനാൻഷ്യൽ ബഡ്ജറ്റിലും 2-3 ടൈപ്സ് ഉണ്ട്. ഇതെല്ലാം കൂടെയാണ് നമ്മൾ ഫൈനലി ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ടാവും ഈ ടോപ്പിക്കിൽ. മോസ്റ്റ്ലി പ്രോബ്ലം ബേസ്ഡ് ടോപ്പിക് ആണ് ഇത്. ബഡ്ജറ്റ് സൈക്കിൾ ആണ്. ബഡ്ജറ്റ് സൈക്കിള് നമ്മൾ ഓരോ പർട്ടിക്കുലർ ബഡ്ജറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഒരു സൈക്കിൾ പോലെയാണ്. മേ ബി സ്റ്റാർട്ടിങ് ഇപ്പോൾ ഒരു 1 ഇയറിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തു. ആ ഇയർ കഴിയുമ്പോഴേക്കും നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്കുള്ള ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുവാണ്. എപ്പോഴും ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റിംഗ് സൈക്കിൾ ആണ്, ലൈക്ക് ഒരു കണ്ടിന്യൂസ് സൈക്കിൾ ആണ്. ഒരു ഇയറിലെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും, അത് നമ്മൾ അനലൈസ് ചെയ്യും, അതിന്റെ ബേസിസിൽ നെക്സ്റ്റ് ഇയറിലേക്കുള്ള ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഒരു കണ്ടിന്യൂസ് പീരീഡിൽ ഈ ഒരു ബഡ്ജറ്റ് നടക്കുവാണ്. ഈ ഒരു ബഡ്ജറ്റ് സൈക്കിൾ ആണ്, നമ്മുടെ ബഡ്ജറ്റ് സൈക്കിൾ ആണ് ഇപ്പോഴും നടക്കുന്നത്. അപ്പൊ ബഡ്ജറ്റ് സൈക്കിളില് നമുക്ക് പറയുവാണെങ്കിൽ മെയിൻലി നമ്മുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞു വരുന്നത്, ഫസ്റ്റ് പ്രോസസ്സ് നമ്മുടെ ബഡ്ജറ്റ് സൈക്കിള് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് യൂസിങ് ദ ഡേറ്റ ഫ്രം ദ പാസ്റ്റ് പെർഫോമൻസ് ആൻഡ് ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻസ് ടു പ്രിപ്പയർ ബഡ്ജറ്റ്. അപ്പൊ നമ്മളൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ, പ്രീവിയസ് പീരീഡിൽ അല്ലെങ്കിൽ പാസ്റ്റ് പെർഫോമൻസിന്റെ ബേസിസിൽ അതിൽ അനലൈസ് ചെയ്ത് ഫ്യൂച്ചറിൽ നമുക്ക് റിലേറ്റ് ചെയ്യുന്ന, ഫ്യൂച്ചറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും. അപ്പൊ ഈ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്പാരിസൺ നടത്തും. എപ്പോഴും ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് അത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് കമ്പനി ചെയ്യുന്നത് കമ്പാരിസൺ നടത്തും. നമ്മുടെ ആക്ച്വൽ റിസൾട്ടും ബഡ്ജറ്റഡ് സ്റ്റാൻഡേർഡ്സും തമ്മിൽ ഉള്ള ഒരു കമ്പാരിസൺ. അപ്പൊ ഈ ആക്ച്വൽ റിസൾട്ടും നമ്മുടെ ബഡ്ജറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് സ്റ്റാൻഡേർഡും തമ്മിലുള്ള കമ്പാരിസൺ പറയുന്നത് വേരിയൻസസ് ആണ്. അപ്പൊ ഈ വേരിയൻസസ് ചിലപ്പോൾ ഫേവറബിൾ ആയിരിക്കാം അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിരിക്കാം. ഇപ്പൊ ഫേവറബിൾ വേരിയൻസ് എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് കിട്ടുന്ന കോസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് നമ്മൾ ഒരു പെർട്ടിക്കുലർ മന്തിന് ഡിസൈഡ് ചെയ്തേക്കുന്നത് $50,000 ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഡിസൈഡ് ചെയ്ത്, ഈ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പക്ഷെ ആക്ച്വലി നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ മന്തിൽ ഇൻകർ ചെയ്തത് 45,000 ആയിരിക്കും. അപ്പൊ ഒരു 5,000 ഡിഫറൻസസ് ഉണ്ട്. 50,000 എക്സ്പെക്ട് ചെയ്ത സാധനത്തിൽ നമുക്ക് കിട്ടിയത് 45,000 കോസ്റ്റ് ആണ്. അപ്പൊ കോസ്റ്റ് ആക്ച്വലി റെഡ്യൂസ് ചെയ്യാണ്. അപ്പൊ ആക്ച്വലും ബഡ്ജറ്റും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 5,000 ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഈ പറയുന്ന 5,000 നമുക്ക് വരുന്നത് ഒരു ഫേവറബിൾ വേരിയൻസ് ആയിട്ടാണ് വരുന്നത്. കാരണം കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് 50,000 സ്ഥാനത്ത് നമുക്ക് കിട്ടിയത് 45,000 നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു. അപ്പൊ ഈ പറയുന്നതാണ് ഫേവറബിൾ വേരിയൻസ് എന്ന് പറയുന്നത്. ഇനി അൺഫേവറബിൾ വേരിയൻസസ് വരും. ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്ത്, ഇപ്പൊ ഈ സെയിം എക്സാമ്പിളിൽ ഇപ്പൊ സെറ്റ് ചെയ്തത് കോസ്റ്റ് 50,000 ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ നമുക്ക് ആക്ച്വലി ഇൻകർ ചെയ്ത കോസ്റ്റ് എന്ന് പറയുന്നത് 60,000 ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇൻകർ ചെയ്തത്. അപ്പൊ ഒരു 10,000 ഡിഫറൻസ് ഉണ്ട് ആക്ച്വലും ബഡ്ജറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ 10,000 ആക്ച്വലി ഇൻക്രീസ് ആ ചെയ്തേക്കുന്നത്, കോസ്റ്റ് കൂടാ ചെയ്തത്. നമ്മൾ ഡിസൈഡ് ചെയ്തതിനേക്കാളും കോസ്റ്റ് കൂടി, ഒരു 10,000 ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്കത് വരുന്നത് ഒരു അൺഫേവറബിൾ വേരിയൻസസ് ആണ് ഈ വരുന്നത്. അപ്പൊ ഈ അൺഫേവറബിൾ വേരിയൻസസും ഫേവറബിൾ വേരിയൻസസും ഒക്കെ നമ്മൾ ഫൈൻഡ് ചെയ്ത് അതിന്റെ ബേസിസിൽ മാനേജ്മെന്റ് അക്കൗണ്ടൻസ് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ് വരുന്നത്. ബഡ്ജറ്റ് സൈക്കിൾ പ്രോസസ്സിലെ തേർഡ് സ്റ്റെപ്പ് ആണിത്. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് വിൽ ഇൻവെസ്റ്റിഗേറ്റ് ദ വേരിയൻസ്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മുടെ ആക്ച്വൽ
റിസൾട്ടും ബഡ്ജറ്റഡും വെച്ചിട്ട് നമ്മൾ കമ്പാരിസൺ നടത്തി. അത് കഴിഞ്ഞ് തേർഡ് സ്റ്റെപ്പിൽ ഈ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുള്ള വേരിയൻസസ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അപ്പൊ ഈ വേരിയൻസസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അത് ഇൻകർ ചെയ്യാനുള്ള റീസൺ എന്തൊക്കെയാന്ന് ഫൈൻഡ് ചെയ്യും. ഇപ്പൊ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റില് ഒരു 60,000 ഇൻക്രീസ് വന്നു. അപ്പൊ 60,000 ഇൻക്രീസ് വന്നതിന്റെ റീസൺ എന്തൊക്കെയാ, അതിന്റെ അനാലിസിസ് അവർ നടത്തും. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും കമ്പനി മാനേജ്മെന്റ് അക്കൗണ്ടൻസ്. ഇനി ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫൈനലി ഇവരെന്ത് ചെയ്യും, വീണ്ടും അതുപോലെ തന്നെ മോണിറ്റർ ചെയ്യും. മാർക്കറ്റിനെ അവർ മോണിറ്റർ ചെയ്യും. എക്സ്റ്റേണൽ കണ്ടീഷൻസ് അവർ നോക്കും. ആക്ച്വൽ റിസൾട്ട് എന്തൊക്കെ നടക്കുന്നതെന്നൊക്കെ നോക്കും. ഈ കമ്പാരിസൺ ആക്ച്വലി അവർ ചെയ്യുമ്പോൾ മേ ബി അവർ മന്ത്ലി ചെയ്യുന്ന കമ്പാരിസൺ ആയിരിക്കാം, അല്ലെങ്കിൽ ക്വാർട്ടർലി ചെയ്യുന്ന കമ്പാരിസൺ ആയിരിക്കാം, അല്ലെങ്കിൽ 6 months ചെയ്യുന്ന കമ്പാരിസൺസ് ഒക്കെ ആയിരിക്കാം. അപ്പൊ ഈ കമ്പാരിസൺ നടന്ന് ഇതിലെ വേരിയൻസസ് അനലൈസ് ചെയ്ത് അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞ് കമ്പനി വീണ്ടും മാർക്കറ്റ് സിറ്റുവേഷൻസ് ഒന്നുകൂടെ അനലൈസ് ചെയ്ത് എക്സ്റ്റേണൽ കണ്ടീഷൻസ് ഒക്കെ അനലൈസ് ചെയ്ത് ആക്ച്വൽ റിസൾട്ട് വെച്ച് കമ്പാരിസൺ നടത്തിയിട്ടുള്ള ആക്ച്വൽ റിസൾട്ട് വെച്ച് നോക്കും. ഇതിന്റെ ഒക്കെ ബേസിസിൽ ഇവർ വീണ്ടും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാണ്. വീണ്ടും ഇവർ ഫൈനലി വീണ്ടും ഈ പറയുന്ന ഫസ്റ്റ് പ്രോസസ്സിലേക്ക് പോവാണ്. യൂസിങ് ദ ഡേറ്റ, അപ്പൊ പ്രീവിയസ് പീരീഡിലെ ഡേറ്റ വെച്ചിട്ട് വീണ്ടും ഇവർ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ് വരുന്നു. അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് ഈ പറയുന്ന ബഡ്ജറ്റ്. അപ്പൊ ബഡ്ജറ്റ് സൈക്കിൾ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് സൈക്കിളാണ് വരുന്നത് നമുക്ക് ബഡ്ജറ്റ്. ഈ ബഡ്ജറ്റ് എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻറ്റ് നോക്കേണ്ടത് ഒരു പർട്ടിക്കുലർ ഇയറിൽ അത് തീരുന്നില്ല. നെക്സ്റ്റ് ഇയറിലേക്കുള്ള ബഡ്ജറ്റ് തന്നെ നമ്മൾ ഇപ്പൊ പ്രസന്റ് പീരീഡിൽ തന്നെ നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്കുള്ള ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആക്ച്വൽ വെച്ച് നമ്മൾ കമ്പാരിസൺ നടത്തും, എക്സ്റ്റേണൽ കണ്ടീഷൻസ് അനലൈസ് ചെയ്യും. ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയറിലേക്കുള്ള ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കറന്റ് ഇയറിൽ തന്നെ. ഇതാണ് ബഡ്ജറ്റ് സൈക്കിളിന്റെ പ്രോസസ്സ് വരുന്നത്. ഇപ്പൊ ബഡ്ജറ്റ് സൈക്കിള്, ഇപ്പൊ ബഡ്ജറ്റ്സ് ആക്ച്വലി നമുക്ക് വരുന്നത് മാസ്റ്റർ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റും ഫൈനാൻഷ്യൽ ബഡ്ജറ്റും. അപ്പൊ മെയിൻലി നമുക്ക് ബഡ്ജറ്റ്സ് വരുന്നത് 2 ടൈപ്പ് ആണ്, ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റും ഫൈനാൻഷ്യൽ ബഡ്ജറ്റും. ഈ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റിൽ ആക്ച്വലി വരുന്നത് സെയിൽസ് ബഡ്ജറ്റ് വരുന്നുണ്ട്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ് വരുന്നുണ്ട്, ഡയറക്റ്റ് ലേബർ ബഡ്ജറ്റ് വരുന്നുണ്ട്, സെല്ലിംഗ് അഡ്മിനിസ്ട്രേഷൻ ബഡ്ജറ്റ് വരുന്നുണ്ട്, മാനുഫാക്ചറിംഗ് ഓവർഹെഡ്സ് ബഡ്ജറ്റ് വരുന്നുണ്ട്, മാനുഫാക്ചറിങ് ഓവർഹെഡ് ബഡ്ജറ്റ്സ് വരുന്നുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബഡ്ജറ്റ്സ് വരുന്നുണ്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റിൽ. അപ്പൊ ഈ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് റിലേറ്റ് ചെയ്യുന്നത് നമ്മുടെ കമ്പനിയുടെ മേജർ ഓപ്പറേഷൻ അല്ലെങ്കിൽ മേജർ ആക്ടിവിറ്റീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്. ഇപ്പൊ മേജർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ പ്രൊഡക്ഷൻ വരും, സെയിൽസ് വരും, അതൊക്കെ നമ്മുടെ മേജർ ആക്ടിവിറ്റീനെ റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. പ്രൊഡക്ഷനെ റിലേറ്റ് ചെയ്യുന്ന ഡയറക്റ്റ് ലേബർ ബഡ്ജറ്റ് ഒക്കെ പ്രൊഡക്ഷനെ റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. മാനുഫാക്ചറിങ് ഓവർഹെഡ്, വെൻഡിങ്, ഫിനിഷ്ഡ് ഗുഡ്സ് ബഡ്ജറ്റ്, ഇതൊക്കെ നമ്മുടെ പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മുടെ മേജർ ആക്ടിവിറ്റീസിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഇതിൽ പഠിക്കും. അതുപോലെ തന്നെ വരുന്നത് ഫൈനാൻഷ്യൽ ബഡ്ജറ്റ്. ഫൈനാൻഷ്യൽ ബഡ്ജറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ ബാലൻസ് ഷീറ്റ് വരും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് വരും, ബഡ്ജറ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്, ഇതൊക്കെ വരുന്നതാണ് നമ്മുടെ ഫൈനാൻഷ്യൽ ബഡ്ജറ്റ്. ഇപ്പൊ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ബഡ്ജറ്റ്സ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റിൽ മെയിൻലി നമ്മൾ പ്രിപ്പയർ ചെയ്ത ബഡ്ജറ്റഡ് ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റിൽ പ്രിപ്പയർ ചെയ്യും. ബഡ്ജറ്റഡ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ ഈ ബഡ്ജറ്റഡ് ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ കൊടുത്തിരിക്കുന്ന എല്ലാ ബഡ്ജറ്റ്, നമ്മുടെ സെയിൽസ് ബഡ്ജറ്റ് ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ആയിക്കോട്ടെ, ഡയറക്റ്റ് മെറ്റീരിയൽസ്, ഇതൊക്കെ ഫൈനലി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റ്സ് വഴി ഫൈനലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ബഡ്ജറ്റഡ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റിൽ മെയിൻലി ഇൻക്ലൂഡ് ചെയ്യുന്ന ബഡ്ജറ്റഡ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഓൾ ദി അതർ ബഡ്ജറ്റ് that support this income statement. അപ്പോൾ വേറെ അതർ ബഡ്ജറ്റ്സ് എന്ന് പറയുന്നത് സെയിൽസ് ബഡ്ജറ്റ് വരും, പ്രൊഡക്ഷൻ ബഡ്ജറ്റ് വരും, ഡയറക്റ്റ് മെറ്റീരിയൽ യൂസേജ് ബഡ്ജറ്റ് വരുന്നുണ്ട്, ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റ്, ഡയറക്റ്റ് ലേബർ ബഡ്ജറ്റ്, മാനുഫാക്ചറിംഗ് ഓവർഹെഡ് കോസ്റ്റ് ബഡ്ജറ്റ്, എൻഡിങ് ഇൻവെന്ററി ബഡ്ജറ്റ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ബഡ്ജറ്റ് ആൻഡ് നോൺ മാനുഫാക്ചറിംഗ് ബഡ്ജറ്റ്സ്.
ഇത്രയും ബഡ്ജറ്റ്സ് ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്സിൽ വരുന്നത്. ഇനി ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ ബഡ്ജറ്റ്സും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിന്റെ ഫോർമുലാസ് എന്തൊക്കെയാണ്, ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇത്രയും ബഡ്ജറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ബഡ്ജറ്റിൽ വരുന്നത് നമുക്ക് വരുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് വരുന്നുണ്ട്, ക്യാഷ് ബഡ്ജറ്റ്, ബഡ്ജറ്റഡ് ബാലൻസ് ഷീറ്റ് ആൻഡ് ബഡ്ജറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. ഇതെല്ലാം തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇത് ക്ലിയർ ആണോ ഇത്ര വരെ നമ്മുടെ ഓപ്പറേറ്റീവ് ബഡ്ജറ്റ്, ഫൈനാൻഷ്യൽ ബഡ്ജറ്റ് ഒക്കെ? ഫസ്റ്റ് സ്ലൈഡ് ഏത് സ്ലൈഡ്? ഒരു മിനിറ്റ്, ഞാൻ ബ്രേക്കിൽ കാണിച്ചു തരാം ബഡ്ജറ്റ് സൈക്കിൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ബഡ്ജറ്റ് നോക്കാം. ഫസ്റ്റ് ബഡ്ജറ്റ് നമ്മൾ ഏത് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും, നമ്മളൊരു കമ്പനിയുടെ ആനുവൽ പ്രോഫിറ്റ് പ്ലാനിങ്, നമ്മുടെ മാസ്റ്റർ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് സെയിൽസ് ബഡ്ജറ്റ് ആണ്. സെയിൽസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തത് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ബഡ്ജറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് ഇപ്പോഴും നിങ്ങൾ നോട്ട് ചെയ്യുക, സെയിൽസ് ബഡ്ജറ്റ് വേണം നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യാനായിട്ട്. സെയിൽസ് ബഡ്ജറ്റിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന എക്സ്പെക്റ്റഡ് സെയിൽസ് ഇൻ യൂണിറ്റ്സ് ഓഫ് ഈച്ച് പ്രോഡക്റ്റ് ആൻഡ് ഈച്ച് പ്രോഡക്റ്റ് എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ്. നമ്മൾ കമ്പനിയിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടാവും അല്ലെ. ഇപ്പോൾ ടേബിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, ചെയർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, പെൻസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനും നമുക്ക് എത്ര യൂണിറ്റ് സെൽ ചെയ്യുന്നുണ്ട്, അതാണ് നമ്മൾ എക്സ്പെക്റ്റഡ് യൂണിറ്റ്സ് ടു സെൽ ഫോർ ഈച്ച് പ്രൊഡക്റ്റ്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിലും എത്ര യൂണിറ്റ്സ് നമ്മൾ സെല് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് സെല്ലിംഗ് പ്രൈസ്, എത്ര പ്രൈസിലാണ് നമ്മൾ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സെയിൽസ് ബഡ്ജറ്റിൽ നോക്കുന്നത്, എക്സ്പെക്റ്റഡ് സെയിൽസ് ഇൻ യൂണിറ്റ് ആൻഡ് സെല്ലിംഗ് പ്രൈസ്. ഈ രണ്ട് കാര്യങ്ങളുമാണ് നമ്മൾ സെയിൽസ് ബഡ്ജറ്റിൽ മെയിൻലി പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് എത്ര യൂണിറ്റ്സ് നമ്മൾ സെൽ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യണം, അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസും നമ്മൾ നോക്കണം. അപ്പൊ ഈ സെയിൽസ് ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ മെയിൻലി നമ്മുടെ ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ സെറ്റ് ചെയ്ത ഒബ്ജക്റ്റീവിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ഈ സെയിൽസ് ബഡ്ജറ്റ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ വരുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സെയിൽസ് ബഡ്ജറ്റ് ഫോം ചെയ്യും. ഇപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ മെഷീനറി, നമ്മുടെ വർക്ക് ഫോഴ്സ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ വർക്കിംഗ് സ്പേസ്, ബിൽഡിംഗ്, ലാൻഡ്, ഇതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 മില്യൺ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് എനിക്ക് അവൈലബിൾ ആണ് എന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്റെ സെയിൽസ് ബഡ്ജറ്റ് ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ സെയിൽസ് ബഡ്ജറ്റ് വരുന്നത് 1 മില്യനേക്കാളും താഴെ വേണം എന്റെ സെയിൽസ് ബഡ്ജറ്റ് യൂണിറ്റ്സ് ഞാൻ സെറ്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ 1 മില്യൺ യൂണിറ്റ്സ് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ ഞാൻ എന്റെ സെയിൽസ് സെറ്റ് ചെയ്തേക്കുന്നത് ഒരു 1,500,000 യൂണിറ്റ്സ് ആണെങ്കിൽ ഓഫ് കോഴ്സ് എനിക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് 1 മില്യൺ പ്രൊഡക്ഷൻ കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നോക്കിയിട്ട് വേണം നമ്മുടെ സെയിൽസ് ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പൊ സെയിൽസ് ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ലെവൽ ഓഫ് ക്രെഡിറ്റ് സെയിൽസ്. ഇപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് സെല്ല് ചെയ്യുമ്പോൾ ചില കേസസിൽ നമ്മൾ ചിലപ്പോൾ ക്രെഡിറ്റിന് നമ്മുടെ കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് കൊടുക്കും. അപ്പൊ എത്ര ക്രെഡിറ്റ് സെയിൽസ് നമ്മൾ നടത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ എപ്പോഴാണ് ഈ ക്രെഡിറ്റ് സെയിൽസ് പർച്ചേസ് ചെയ്യണേ, വെൻ ദോസ് ക്രെഡിറ്റ്സ് വിൽ ബി പർച്ചേസ് ഓർ കളക്റ്റഡ്.
അപ്പൊ എപ്പോഴാണ് നമ്മൾ തിരിച്ച് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ ക്രെഡിറ്റ്സ് കളക്ട് ചെയ്യുന്നത്, അതും നമ്മൾ ഡിസൈഡ് ചെയ്യണം സെയിൽസ് ബഡ്ജറ്റിൽ. അപ്പൊ സെയിൽസ് ബഡ്ജറ്റ് നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി റിയലിസ്റ്റിക്. റിയലിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യം ബേസിസിൽ വേണം നമ്മൾ ഈ സെയിൽസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കാര്യം പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് പ്രാക്ടിക്കൽ യൂസിൽ നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് വേണം സെയിൽസിൽ എപ്പോഴും പ്രിപ്പയർ ചെയ്യാനായിട്ട്. ആൻഡ് സെയിൽസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന അനുസരിച്ചാണ് ബാക്കിയുള്ള ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ സെയിൽസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും കമ്പനീസ് ശ്രദ്ധിച്ച് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ബഡ്ജറ്റാണ് സെയിൽസ് ബഡ്ജറ്റ്. സെയിൽസ് ബഡ്ജറ്റ് ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ടാർജറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് ഒരുപാട് വലിയ ടാർജറ്റ് ആണ്, മീൻ ടു ഹൈ ടാർജറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക് അത് അച്ചീവബിൾ ആയിരിക്കില്ല. അതുപോലെ തന്നെ കമ്പനിക്ക് അത് ഫ്യൂച്ചറിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ടാർജറ്റ് എന്ന് പറയുന്നത് ഒരു 500 യൂണിറ്റ്സ് നമ്മൾ പ്രൊഡക്ഷൻ നടത്താൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മേ ബി നമ്മുടെ കമ്പനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഇൻ കേസ് നമ്മൾ അച്ചീവ് ചെയ്താൽ തന്നെ നമുക്ക് റിസോഴ്സസ് അതനുസരിച്ച് കൂടുതൽ ആവശ്യമുള്ള കാര്യമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ക്യാഷ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ക്യാഷ് ഒരു പെർട്ടിക്കുലർ ഇയറിലേക്ക് അവൈലബിൾ ആയിരിക്കില്ല. ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്യുന്ന സെയിൽസ് ബഡ്ജറ്റിന്റെ ബേസിസിലാണ് നമ്മൾ എത്ര പ്രൊഡക്ഷൻ നടത്തണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ നമുക്ക് എത്ര ഇൻവെന്ററി വേണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് സെയിൽസ് ബഡ്ജറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ സെയിൽസ് ബഡ്ജറ്റ് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും റിയലിസ്റ്റിക് ആയിരിക്കണം. അതുപോലെ തന്നെ സെയിൽസ് ബഡ്ജറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ലോ ലെവലിൽ നമ്മൾ ടാർജറ്റ് സെറ്റ് ചെയ്യാനും പാടില്ല. ഇപ്പൊ ലോ ലെവലിൽ ടാർജറ്റ് സെറ്റ് ചെയ്യാൻ എനിക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 500 യൂണിറ്റ്സ് ആണ്. ഞാൻ സെറ്റ് ചെയ്യുന്നത് ഒരു 100,000 യൂണിറ്റ്സ് ആണ് ഞാൻ സെറ്റ് ചെയ്യുന്ന എന്റെ പ്രൊഡക്ഷൻ സെയിൽസ് ബഡ്ജറ്റ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫ്യൂച്ചർ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ കസ്റ്റമേഴ്സിന് എനിക്ക് പ്രോപ്പർ ആയിട്ട് പ്രൊഡക്ട്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് 100,000 ആണ്, ചിലപ്പോൾ അതിന് കൂടുതൽ കസ്റ്റമേഴ്സ് എനിക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ 100,000 യൂണിറ്റ്സ് സെല് ചെയ്യാനാണ് ഞാൻ ഡിസൈഡ് ചെയ്തേക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള പ്രൊഡക്ഷൻ ആയിരിക്കും എന്റെ കമ്പനിയിലെ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് അതനുസരിച്ച് വരും. അതുപോലെ തന്നെ ഇൻവെന്ററിയും അതനുസരിച്ച് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇൻവെന്ററി പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ്സും കുറയുമ്പോൾ എനിക്ക് കസ്റ്റമേഴ്സ് റിക്വയർ ചെയ്യുന്ന അത്ര യൂണിറ്റ്സ് എന്റെ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതും എന്റെ കമ്പനീനെ എഫക്ട് ചെയ്യും. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്യുന്ന ടാർജറ്റ് എപ്പോഴും റിയലിസ്റ്റിക് ആയിരിക്കണം, നമുക്ക് അച്ചീവബിൾ ആയിരിക്കണം. ഒരുപാട് ഹൈ ടാർജറ്റും സെറ്റ് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് ലോ ടാർജറ്റ്സും നമ്മൾ സെറ്റ് ചെയ്യാൻ പാടില്ല. സെയിൽസ് ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫസ്റ്റ് ബഡ്ജറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് സെയിൽസ് ബഡ്ജറ്റ് ആണ്. സെയിൽസ് ബഡ്ജറ്റിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ എക്സ്പെക്റ്റഡ് സെയിൽസ് ഇൻ എ യൂണിറ്റ് ആസ് വെൽ ആസ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. ഈ സെയിൽസ് ബഡ്ജറ്റിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞ sales budget for the year December 31 to 2013 for Sharp Wood Makers, a manufacturer of 3 products. ഇപ്പോൾ 3 products ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് റോക്കിംഗ് ചെയർ, ഹൗസ് സൈഡിങ് ആൻഡ് ബാരൽസ്. ഇങ്ങനെ 3 പ്രൊഡക്ട്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് നമുക്ക് തന്നേക്കുന്ന നമ്മുടെ സെയിൽസ് യൂണിറ്റ്സ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. 3,000 യൂണിറ്റ്സ് ആണ് ഇവർ സെൽ ചെയ്യാൻ ഡിസൈഡ് ചെയ്തേക്കുന്നത്. 1,500 ഫോർ ഹൗസ് സൈഡിങ് ആൻഡ് ബാരൽസ് 2,500. സെല്ലിംഗ് പ്രൈസ് സെറ്റ് ചെയ്തേക്കുന്നത് $60 ആണ് for rocking chairs, and house siding $250. Barrels it is 80. അപ്പൊ ടോട്ടൽ നമ്മുടെ ബഡ്ജറ്റഡ് സെയിൽസ് റവന്യൂ എന്ന് പറയുന്നത് ബഡ്ജറ്റഡ് സെയിൽസ് യൂണിറ്റ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ആണ് നമ്മുടെ ബഡ്ജറ്റഡ് സെയിൽസ് റവന്യൂ. അപ്പൊ ഇതിൽ 3,000 ഇൻറ്റു 60 ചെയ്യുമ്പോൾ 180,000 ആണ് നമ്മുടെ റവന്യൂ വരുന്നത്. 1,500 ഇൻറ്റു 250 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് $375,000 ആണ് നമ്മുടെ സെയിൽസ് റവന്യൂ വരുന്നത് ഫോർ ദ ഹൗസ് സൈഡിങ്. ഇനി ബാരൽസിന് വരുന്നത് 2,500 ഇൻറ്റു 80 ചെയ്യുമ്പോൾ 200,000 യൂണിറ്റ്സ് ആണ്, $200,000 ആണ് നമുക്ക് വരുന്നത് നമ്മുടെ സെയിൽസ് റവന്യൂ. ഇതെല്ലാം ടോട്ടൽ ചെയ്ത് വരുന്നത് $755,000 ആണ് നമ്മുടെ ടോട്ടൽ റവന്യൂ ഫോർ ദിസ് ഷാർപ്പ് വുഡ് മേക്കേഴ്സ്. ഇപ്പൊ ബഡ്ജറ്റഡ് സെയിൽസ് യൂണിറ്റ്സ് ഇൻ ടു സെല്ലിംഗ് പ്രൈസ് ചെയ്യുമ്പോൾ നമുക്ക് സെയിൽസ് റവന്യൂ കിട്ടും.
ക്ലിയർ ആണോ സെയിൽസ് ബഡ്ജറ്റ് നിങ്ങൾക്ക്? മാം, ഇറ്റ് ഈസ് ദ ഡ്രൈവർ ബിഹൈൻഡ് ഓൾ ബഡ്ജറ്റ്സ്. ആ പോയിന്റ് ഒന്നുകൂടെ പറഞ്ഞുതരാവോ? ഇറ്റ് ഇസ് എ ഡ്രൈവർ ബിഹൈൻഡ് ഓൾ ബഡ്ജറ്റ്സ് പറയുന്നത് മെയിൻലി സെയിൽസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ് ബാക്കിയുള്ള ബഡ്ജറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ബഡ്ജറ്റും ബാക്കി ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസും യൂസേജ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ഫസ്റ്റ് നമ്മുടെ സെയിൽസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ്. അതുകൊണ്ടാണ് ഇറ്റ്സ് എ ഡ്രൈവർ ബിഹൈൻഡ് ഓൾ ദ കോസ്റ്റ് ഓൾ ദ ബഡ്ജറ്റ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ ലാസ്റ്റ് പോയിന്റ് ഒന്നും കൂടെ പറയാമോ? ലാസ്റ്റ് പോയിന്റ് എന്താ പറയണ്ടേ? എന്താ മനസ്സിലാവാത്തത്? ആ പോയിന്റ് എഴുതിയെടുത്തില്ല, അപ്പൊ എനിക്ക് നോക്കാൻ പറ്റിയില്ല. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. ഞാൻ സ്ലൈഡ് കാണിച്ചു തരാൻ പറയുമ്പോൾ സ്ലൈഡ് വേണേൽ ഞാൻ കാണിച്ചു തരാം. ക്ലാസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഓക്കെ. സെയിൽസ് ബഡ്ജറ്റിൽ അത് എപ്പോഴും റിയലിസ്റ്റിക് ആയിരിക്കണം. നമ്മൾ സെറ്റ് ചെയ്യുന്ന ബഡ്ജറ്റ് ഒരുപാട് ഹൈ ആവാനും പാടില്ല, അല്ലെങ്കിൽ ഒരുപാട് ലോ ആവാനും പാടില്ല. ഹൈ ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അച്ചീവബിൾ ചെയ്യാൻ പാടായിരിക്കും, അല്ലെങ്കിൽ അതിന് റിക്വയർ ചെയ്യുന്ന റിസോഴ്സസ് കൂടുതലായിരിക്കും. അതനുസരിച്ചിട്ടുള്ള അവൈലബിൾ റിസോഴ്സസ് ഇല്ലെങ്കിൽ അത് നമ്മളെ എഫക്ട് ചെയ്യും ഫ്യൂച്ചറിൽ. അതുപോലെ തന്നെ സെയിൽസ് ബഡ്ജറ്റ് സെറ്റ് ചെയ്യുമ്പോൾ തീരെ ലോ ആവാനും പാടില്ല. ഇപ്പൊ ലോ സെയിൽസ് ആണ്, നമ്മൾ സെയിൽസ് ബഡ്ജറ്റ് ആണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മുടെ പ്രൊഡക്ഷനും കുറവായിരിക്കും, ഇൻവെന്ററിയും കുറവായിരിക്കും. ഇത് രണ്ടും കുറയുമ്പോൾ മേ ബി ഫ്യൂച്ചറിൽ കസ്റ്റമേഴ്സിന് അവർക്ക് റിക്വയർ ചെയ്യുന്ന യൂണിറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും സെയിൽസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ബഡ്ജറ്റ്സ് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. ക്ലിയർ ആണോ? ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാം. ഇതിലുള്ള എല്ലാ പോയിന്റ്സും നോട്ട് ചെയ്യണം എന്നില്ല, ബിക്കോസ് ടെക്സ്റ്റിലുള്ള പോലെ തന്നെ ഞാൻ ഇതിൽ കൊടുത്തേക്കുന്നത്. നോട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബാക്കിയുള്ളതൊക്കെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെ, എല്ലാം നോട്ട് ചെയ്ത് വെക്കണം എന്ന് നിർബന്ധമില്ല. ഓക്കെ. സെയിൽസ് ബഡ്ജറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. അത് കഴിഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഈ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിച്ചു എല്ലാവരും? ഓക്കെ. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന XY manufacturer bookcases for college and universities to use in dorm rooms. Each bookcases sell for $65. അപ്പം $65 അവർ ഓരോ ബുക്ക് കേസസും പ്രൊവൈഡ് ചെയ്യുന്നത്. Due to the cyclic nature of the business, the company budgets 2 months ahead. In early May, it is planning for July, its busiest month. The company plans to sell 114,500 units, 400 bookcases in July. At the end of June, it expects to have 26,000 assembled bookcases in the inventory, and it would like to have 3,000 bookcases in the inventory at the end of July. What is the company's budgeted sales revenue for July? ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന കമ്പനി ജൂലൈ മന്തിലെ കമ്പനിയുടെ ബഡ്ജറ്റഡ് സെയിൽസ് റവന്യൂ ആണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ ഓൾറെഡി കമ്പനി നമുക്ക് ഇതിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞേക്കുന്നത് $65 അവർ ഈ ബുക്ക് കേസസ് സെല്ല് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജൂലൈ മന്തിൽ അവർ ഡിസൈഡ് ചെയ്തേക്കുന്നത് 114,500 ബുക്ക് കേസസ് സെല്ല് ചെയ്യാനായിട്ടാണ് കമ്പനി ഡിസൈഡ് ചെയ്തേക്കുന്നത്. ഇപ്പൊ ഓൾറെഡി നമുക്ക് യൂണിറ്റ്സ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് ബഡ്ജറ്റഡ് സെയിൽസ് റവന്യൂ ആണ്. ബഡ്ജറ്റഡ് സെയിൽസ് റവന്യൂ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ്. അപ്പൊ നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞ 114,500 ഇൻറ്റു 65 ചെയ്യുമ്പോൾ $7,442,500 ആണ് നമ്മുടെ സെയിൽസ് റവന്യൂ വരുന്നത്. അപ്പൊ ബഡ്ജറ്റഡ് സെയിൽസ് റവന്യൂ കണ്ടുപിടിക്കാനായിട്ട് സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് സെയിൽസ് റവന്യൂ കിട്ടും. ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക്? ഡൗട്ട് ഉണ്ടോ ബഡ്ജറ്റഡ് സെയിൽസ് റവന്യൂ കണ്ടുപിടിക്കാനായിട്ട്?
മോസ്റ്റ്ലി ക്വസ്റ്റിൽ നിങ്ങൾക്ക് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ടാവും. സെല്ലിംഗ് പ്രൈസും ഈ പറയുന്ന യൂണിറ്റ്സ് ഓഫ് സെയിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. റവന്യൂ കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റിൽ പറയാം. റവന്യൂ കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചോ. ആൻസർ ഒന്ന് ചെയ്ത് നോക്കാം, കിട്ടുകയാണെങ്കിൽ പറ, ഇല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ചെയ്യാം. ഓപ്ഷൻ എ എന്റെ ആൻസർ 53,000 ആണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ലാസ്റ്റ് സെന്റൻസ് വായിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ, എസ്പെഷ്യലി പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ. വാട്ട് ഈസ് ദ ടോട്ടൽ എക്സ്പെക്ടഡ് ക്യാഷ് റെസീപ്റ്റ് ഡ്യൂറിങ് മാർച്ച്? അപ്പൊ മാർച്ചിൽ നമുക്ക് റിസീവ് ചെയ്യേണ്ട ക്യാഷ് റെസീപ്റ്റ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതിൽ ഓൾറെഡി നമുക്ക് 2-3 മന്ത്സ് തന്നിട്ടുണ്ട്. ABC company has the following budgeted sales: January 40,000, February 60,000, March 50,000. 40% of the sales are for cash and 60% are on credit. For the credit sales, 50% are collected in the month of sale and 50% the next month. What are the total expected cash received during March? ഇതില് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാർച്ചില് നമുക്ക് റിസീവ് ചെയ്യേണ്ട ക്യാഷ് റെസീപ്റ്റ് അല്ലെങ്കിൽ നമുക്ക് റിസീവ് ചെയ്യേണ്ട ക്യാഷ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് മാർച്ചിലെ ക്യാഷ്. മാർച്ചിലെ സെയിൽസ് നോക്കാം. മാർച്ചിലെ സെയിൽസ് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് 50,000 ആണ് മാർച്ചിൽ നമുക്ക് വരുന്ന സെയിൽസ് റവന്യൂ. ഈ 50,000 അവർ പറഞ്ഞേക്കുന്നത് 40% ക്യാഷ് ആയിട്ടാണ് അവർ സെല് ചെയ്യുന്നത്. ബാക്കിയുള്ളത് 60% അവർ കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ 40% ക്യാഷും ബാക്കി 60% ക്രെഡിറ്റും ആണ്. അപ്പോൾ ഇതില് മാർച്ചിലെ 50,000 സെയിൽസിൽ നിന്ന് 20,000 ക്യാഷ് അവർക്ക് കിട്ടും. അതുപോലെ ബാക്കി 30,000 അവർ ക്രെഡിറ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇനി ക്രെഡിറ്റ് തന്നെ അവർ പറഞ്ഞേക്കുന്നത് 50% അവർ ഈ ഒരു ഏത് മന്തിലാണോ സെയിൽ നടത്തിയ ആ മന്തിൽ അവർ റിസീവ് ചെയ്യും. ബാക്കി 50% അവർ നെക്സ്റ്റ് മന്തിൽ കളക്ട് ചെയ്യും. അപ്പോൾ ഈ 30,000 50%, 15,000 അവർ ഈ മാർച്ചിൽ തന്നെ കളക്ട് ചെയ്യും. ബാക്കിയുള്ള 15,000 അവർ ചിലപ്പോൾ ഏപ്രിലായിരിക്കും കളക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മാർച്ചിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് എന്ന് പറയുന്നത് 20,000 നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ട്. അതും ക്യാഷിന് തന്നെ സെൻഡ് ചെയ്തേക്ക് 20,000 റവന്യൂ നമുക്ക് റിസീവ് ചെയ്യും, കാരണം അത് ക്യാഷ് സെയിൽസ് ആണ്. അപ്പൊ 20,000 റവന്യൂ റിസീവ് ചെയ്യുന്നുണ്ട്. ക്രെഡിറ്റിലെ 15,000 നമ്മൾ ക്യാഷ് നമുക്ക് മാർച്ചിൽ തന്നെ റിസീവ് ചെയ്യും. അപ്പൊ 20,000 പ്ലസ് 15,000 ഇത് രണ്ടും നമ്മുടെ മാർച്ചിലെ ക്യാഷിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇനി അതുപോലെ തന്നെ പറഞ്ഞേക്കുന്നത് ഇതേ സെയിം കാര്യം, ഈ 40% 60% എന്ന് പറയുന്ന കാര്യമൊക്കെ എല്ലാ മാസവും ഇവർ ചെയ്യുന്ന കാര്യം. അപ്പൊ ഫെബ്രുവരിയിലെ കുറച്ച് എമൗണ്ടും കൂടെ മാർച്ചിൽ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഫെബ്രുവരിയിലെ 60,000 ആണ് സെയിൽസ് നമുക്ക് തന്നേക്കുന്നത്. 60,000 റവന്യൂ റിസീവ് ചെയ്തു. ഇതിലെ 40% നമ്മൾ ഫെബ്രുവരിയിൽ ക്യാഷ് തന്നെയായിട്ട് റിസീവ് ചെയ്തു. ബാക്കി 60% നമ്മൾ ക്രെഡിറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അത് പറയുമ്പോൾ 36,000ഓളം റവന്യൂ നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് ആയിരുന്നു നമുക്ക് വന്നിരിക്കുന്നത്. ഈ ക്രെഡിറ്റ് സെയിൽസിലെ 50% നമ്മൾ ഫെബ്രുവരി തന്നെ കളക്ട് ചെയ്തു. ബാക്കി 50 നമ്മൾ കളക്ട് ചെയ്യുന്നത് മാർച്ചിലാണ്. ബാക്കി 50 നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ 36,000 50% 18,000. ഈ 18,000 നമ്മൾ ഒരു 18,000 നമ്മൾ ഫെബ്രുവരിയിൽ തന്നെ കളക്ട് ചെയ്തു. ബാക്കിയുള്ള 18,000 ഈ 80,000 നമ്മൾ കളക്ട് ചെയ്യുന്നത് മാർച്ചിലാണ്. അപ്പൊ ഈ എമൗണ്ടും നമ്മുടെ ടോട്ടൽ കളക്ഷനിൽ വരും. അപ്പൊ 18,000 ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, പ്ലസ് 20,000 ക്യാഷ് സെയിൽസ് വരുന്നുണ്ട്, 15,000 നമ്മൾ ക്രെഡിറ്റിൽ പ്രൊവൈഡ് ചെയ്തതിന്റെ പകുതി 15% നമുക്ക് റിസീവ് ചെയ്യുന്നുണ്ട് മാർച്ചിൽ തന്നെ. അപ്പൊ ടോട്ടൽ നമുക്ക് റിസീവ് ചെയ്യുന്ന ക്യാഷ് എമൗണ്ട് എന്ന് പറയുന്നത് $53,000 നമുക്ക് റവന്യൂ ആയിട്ട് നമുക്ക് മാർച്ചിൽ, അല്ലെങ്കിൽ ക്യാഷ് റെസീപ്റ്റ് ആയിട്ട് നമുക്ക് മാർച്ചിൽ റിസീവ് ചെയ്യും. അപ്പൊ മാർച്ചിൽ റിസീവ് ചെയ്യുന്ന ക്യാഷ് റെസീപ്റ്റ് ആണ് ക്വസ്റ്റിൽ ചോദിച്ചേക്കുന്നത്. ക്ലിയർ ആണോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക്? മാം, നമ്മൾ ഈ പറഞ്ഞോ. 2000 എന്തിനാ ആഡ് ചെയ്തത്? ഈ കളക്ഷനോ ക്യാഷ് കളക്റ്റഡ് അല്ലേ?
2000 2000 അല്ലല്ലോ 20,000 അല്ലേ ഇത്? അയ്യോ 20,000. 20,000 നമ്മൾ ആ ഇയറിൽ മാർച്ചിൽ നമ്മൾ സെല് ചെയ്ത 50,000 സെയിൽസിൽ പകുതി നമ്മൾ ക്യാഷ് 40% നമ്മൾ ക്യാഷ് സെയിൽസ് ചെയ്തേക്കുന്നത് 40%. ബാക്കി 60% ക്രെഡിറ്റ് വന്നേക്കുന്നത്. അപ്പൊ 40% ക്യാഷ് എന്ന് പറയുമ്പോൾ ആ മാർച്ചിൽ നമുക്ക് ഈ 40% ഈ 50യുടെ 40% എന്ന് പറയുന്നത് 20,000 ആണ്. ഈ പറഞ്ഞ 20,000 നമ്മൾ മാർച്ചിൽ കളക്ട് ചെയ്യുന്ന ക്യാഷ് ആണ്. അപ്പൊ അത് നമ്മുടെ ക്യാഷിന് മാർച്ചിൽ കളക്ട് ചെയ്യുന്ന ക്യാഷ് ഏതൊക്കെയാന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഈ ക്യാഷ് സെയിൽസ് ഈ പറഞ്ഞ 40% 20,000 നമ്മൾ മാർച്ചിൽ കളക്ട് ചെയ്യുന്ന ക്യാഷ് ആണ്. അതുപോലെ ക്രെഡിറ്റ് വരുന്നുണ്ട്. ക്രെഡിറ്റിലും ഇത് തന്നെയാ പറഞ്ഞേക്കുന്നത്. ക്രെഡിറ്റില് അവർ പറഞ്ഞേക്കുന്നത് 50% അവർ മാർച്ചിൽ തന്നെ കളക്ട് ചെയ്യും ക്യാഷ് ആയിട്ട്. ബാക്കി 50% അവർ നെക്സ്റ്റ് മന്ത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഏപ്രിലായിരിക്കും ബാക്കി 50% അവർ കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു 15,000 ഈ മാർച്ചിൽ തന്നെ നമ്മൾ കളക്ട് ചെയ്യുന്നതുകൊണ്ട് അതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി പ്രീവിയസ് മന്തില് ഇതുപോലെ തന്നെ ഫെബ്രുവരിയിലും നമ്മൾ ക്രെഡിറ്റിൽ കാശ് ക്രെഡിറ്റിൽ നമ്മൾ സെയിൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു 36 ക്രെഡിറ്റിൽ സെയിൽ നടത്തിയത് 60%. അപ്പൊ 60,000ന്റെ 60% എന്ന് പറയുന്നത് 36,000. ഈ 36,000ഉം നമ്മൾ ക്രെഡിറ്റിലാണ് ഫെബ്രുവരിയിൽ കൊടുത്തേക്കുന്നത്. ആ ക്രെഡിറ്റിൽ കൊടുത്തതില് പകുതി നമ്മൾ ഫെബ്രുവരിയിൽ തന്നെ കളക്ട് ചെയ്തു. ബാക്കി പകുതി ക്യാഷ് നമ്മൾ കളക്ട് ചെയ്തത് മാർച്ചിലാണ്. അപ്പൊ ആ പറയുന്ന 18,000 അപ്പൊ 36,000 50% പറയുന്നത് 18,000. അപ്പൊ ഈ പറയുന്ന 18,000ഉം നമ്മൾ കളക്ട് ചെയ്തേക്കുന്നത് മാർച്ചിലാണ്. അപ്പൊ 3 എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത്. 15,000 നമ്മൾ ക്യാഷിൽ നമ്മൾ കൊടുത്ത ക്രെഡിറ്റിന്റെ പകുതി നമ്മൾ കളക്ട് ചെയ്യും. 20% എന്ന് പറയുന്നത് നമ്മുടെ ക്യാഷ് സെയിൽസ് ആണ്. ആ മന്തിൽ നമ്മൾ നടന്ന ക്യാഷ് സെയിൽസ് ആണ് 20,000. അത് നമുക്ക് ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. ബാക്കി 18,000 എന്ന് പറയുന്നത് ഫെബ്രുവരിയിൽ നമ്മൾ കൊടുത്ത ക്രെഡിറ്റിന്റെ പകുതി നമ്മൾ കളക്ട് ചെയ്യുന്നത് മാർച്ചിലാണ്. അപ്പൊ 18,000 പ്ലസ് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 53,000 കിട്ടും ആൻസർ. ക്ലിയർ ആണോ? യെസ് മാം. ക്വസ്റ്റ്യൻ സ്ലൈഡ്. ഓക്കെ, ഒരു 5 minutes ബ്രേക്ക് എടുത്തോ. 3:41 ആവുമ്പോൾ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് ബഡ്ജറ്റ് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സെയിൽസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തു. ഇനി സെയിൽസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തതിന്റെ ബേസിസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നെക്സ്റ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ആണ്. അപ്പൊ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എത്ര യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യാനാണ് പ്രൊഡക്ഷൻ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. It is the final determination of how many units to produce during the period. ഒരു പർട്ടിക്കുലർ പീരീഡിൽ എത്ര യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. It also indicate when to produce the units. എപ്പോഴാണ് നമ്മൾ ഈ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. മോസ്റ്റ്ലി കമ്പനീസ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സെയിൽസ് ഡിസൈഡ് ചെയ്തിട്ടുള്ള ടൈമിന്റെ അടുത്തായിട്ടായിരിക്കും അവർ പ്രൊഡക്ഷൻ നടത്തുന്നത്. അതിന് മുമ്പത്തെ പീരീഡിലായിരിക്കും നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പൊ മെയിൻലി നമ്മൾ ഡിസൈഡ് ചെയ്യണം എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. ഇനി എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തതിന്റെ ബേസിസിലായിരിക്കും ഇനി നമ്മൾ അടുത്ത ബഡ്ജറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് സെയിൽസ് ബഡ്ജറ്റ് ആണ്. സെയിൽസ് ബഡ്ജറ്റിന്റെ ബേസിസിൽ നമ്മൾ പ്രൊഡക്ഷൻ ബഡ്ജറ്റ്സ് പ്രിപ്പയർ ചെയ്യും. ഇപ്പൊ ഈ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എത്ര യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള ഫോർമുലയാണിത്. ബഡ്ജറ്റഡ് സെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ സെയിൽസ് ബഡ്ജറ്റ് യൂസ് ചെയ്തിട്ട് ഡിസൈഡ് ചെയ്തിട്ടുള്ള സെയിൽസ് യൂണിറ്റ് എത്ര യൂണിറ്റ്സ് സെൽ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ബഡ്ജറ്റഡ് സെയിൽസ് ഇൻ യൂണിറ്റ്സ് പ്ലസ് എൻഡിങ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. എൻഡിങ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മളൊരു പർട്ടിക്കുലർ മന്തിലേക്ക് ഡിസൈഡ് ചെയ്തിട്ട് ഇപ്പൊ ജൂലൈ മന്തിലേക്ക് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും ഒരു 50,000 യൂണിറ്റ്സ് സെല് ചെയ്യണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ബഡ്ജറ്റഡ് സെയിൽസ് വരുന്ന 50,000 ആയിരിക്കും. ഇനി നമ്മളോട്
സോറി ഇപ്പോൾ ബഡ്ജറ്റ് സെയിൽസ് പറഞ്ഞാൽ ഒരു 100,000 യൂണിറ്റ് സെല് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റഡ് സെയിൽസ് വരുന്നത് ഒരു 100,000 ആയിരിക്കും നമ്മുടെ ബഡ്ജറ്റഡ് സെയിൽസ് വരുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യും കുറച്ച് എക്സ്ട്രാ യൂണിറ്റ്സും കൂടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്യും. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഇപ്പൊ സെയിൽസിൽ ഇപ്പൊ ഒരു 100,000 യൂണിറ്റ്സ് ഇപ്പൊ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ 100,000 യൂണിറ്റ്സ് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഇൻ കേസ് ഇപ്പോൾ നമുക്ക് ഒരു പുതിയ സെയിൽ വന്നു, പുതിയൊരു കസ്റ്റമർ നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വന്നു, അപ്പോൾ ഒരു എക്സ്ട്രാ യൂണിറ്റ്സും കൂടെ നമുക്ക് റിക്വയർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുള്ള യൂണിറ്റ്സ് ഇപ്പൊ എന്തെങ്കിലും ഡിഫക്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അതിന് പകരം വേറൊരു എക്സ്ട്രാ യൂണിറ്റ് എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു എക്സ്ട്രാ യൂണിറ്റ്സും കൂടെ നമ്മുടെ ഇൻവെന്ററിയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വെക്കും. ഇതാണ് നമ്മുടെ എൻഡിങ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. കുറച്ച് എക്സ്ട്രാ പ്രൊഡക്ഷൻ നടത്തുന്നതാണ് എൻഡിങ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പൊ ഈ ബഡ്ജറ്റഡ് സെയിൽസ് പ്ലസ് എൻഡിങ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് നമ്മുടെ ടോട്ടൽ യൂണിറ്റ്സ് റിക്വയർഡ്. ജൂലൈ മന്തിലേക്കുള്ള ടോട്ടൽ റിക്വയർമെന്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് നമുക്ക് റിക്വയർ ചെയ്യുന്ന ടോട്ടൽ യൂണിറ്റ്സ്. ഇതിൽ പറയുവാണെങ്കിൽ 120 യൂണിറ്റ്സ് ആണ് ഇപ്പൊ ജൂലൈ മന്തിലേക്ക് നമുക്ക് റിക്വയർ ചെയ്യുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത്, നമുക്ക് റിക്വയർ ചെയ്യുന്ന യൂണിറ്റ്സ്. അപ്പൊ ഈ യൂണിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ബഡ്ജറ്റഡ് സെയിൽസ് വരും, അതുപോലെ തന്നെ നമ്മുടെ എൻഡിങ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് വരും. അപ്പൊ 120 യൂണിറ്റ്സ് നമുക്ക് റിക്വയർ ചെയ്യുന്നുണ്ട് ജൂലൈ മന്തിലേക്ക്. ഇനി അതിൽ നിന്ന് ഇപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മൾ എൻഡിങ് ഇൻവെന്ററി ചെയ്യുന്നുണ്ട്. എൻഡിങ് ജൂലൈയിൽ നമ്മൾ 20,000 യൂണിറ്റ്സ് ഒരു എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് പീരീഡിൽ അല്ലെങ്കിൽ പ്രീവിയസ് മന്തിലും നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുള്ള കുറച്ച് എൻഡിങ് ഇൻവെന്ററി ഉണ്ടാവും നമ്മുടെ കയ്യിൽ. ഇപ്പൊ ജൂൺ മന്തില് ഇതുപോലെ തന്നെ നമ്മൾ ഒരു 10,000 യൂണിറ്റ്സ് നമ്മൾ എൻഡിങ് ഇൻവെന്ററിയിൽ വെച്ചു, എൻഡിങ് ഇൻവെന്ററി സ്റ്റോക്ക് ആയിട്ട് നമ്മൾ വെച്ചു. അത് കഴിഞ്ഞ് ജൂണിൽ നമുക്ക് അത് ആവശ്യം വന്നില്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ നെക്സ്റ്റ് മന്തില് ഇത് യൂണിറ്റ്സ് നമ്മൾ എടുക്കും. അപ്പൊ ഓൾറെഡി ഒരു 10,000 യൂണിറ്റ്സ് പ്രീവിയസ് മന്തിലെ എൻഡിങ് ഇൻവെന്ററി നമ്മുടെ നെക്സ്റ്റ് മന്തിലെ നമ്മുടെ ബിഗിനിങ് ഇൻവെന്ററി ആയി മാറും. അപ്പൊ ജൂണിലുണ്ടായിരുന്ന 10,000 യൂണിറ്റ്സ് എൻഡിങ് ഇൻവെന്ററി ആയിരുന്നു. അപ്പൊ ജൂലൈയിൽ വരുമ്പോൾ നമ്മുടെ ബിഗിനിങ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി ആയിട്ട് മാറും 10,000 യൂണിറ്റ്സ്. അപ്പൊ ഈ 10,000 യൂണിറ്റ്സ് ഓൾറെഡി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുള്ള യൂണിറ്റ്സ് ആണ്. ഇനി ഇതിൽ നമ്മൾ പ്രൊഡക്ഷനും കാര്യങ്ങളൊന്നും നടത്തണ്ട. നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താ, ജൂലൈ മന്തിൽ നമുക്ക് റിക്വയർ ചെയ്ത പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഓൾറെഡി നമ്മൾക്ക് 120 യൂണിറ്റ്സ് റിക്വയർ ചെയ്യണമെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്ലസ് നമ്മുടെ കയ്യിൽ ജൂൺ മന്തിലെ കുറച്ച് എക്സ്ട്രാ യൂണിറ്റ്സ് ഉണ്ട്. ആസ് നമ്മുടെ ബിഗിനിങ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി ആയിട്ട് 10,000 യൂണിറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ 10,000 യൂണിറ്റ്സിൽ ഇനി പ്രൊഡക്ഷൻ നടത്തിയ ചേഞ്ചസ് ഒന്നും വേണ്ട. അപ്പൊ ഈ 120 യൂണിറ്റ്സ് റിക്വയർ ചെയ്യുന്നതിന് ഈ പറയുന്ന 10,000 യൂണിറ്റ്സ് നമ്മൾ ഡിഡക്ട് ചെയ്യും. അപ്പൊ 10,000 യൂണിറ്റ്സ് ഡിഡക്ട് ചെയ്യുമ്പോൾ ഫൈനലി ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നമുക്ക് റിക്വയർ ചെയ്യുന്നത് 110,000 യൂണിറ്റ്സ് ആണ് നമുക്ക് ജൂലൈ മന്തിലേക്ക് റിക്വയർ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള യൂണിറ്റ്സ്. ഫിനിഷ്ഡ് ഗുഡ്സ് യൂണിറ്റ് ടു ബി പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് 110,000 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ബഡ്ജറ്റഡ് സെയിൽസ് പ്ലസ് എൻഡിങ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് മൈനസ് ബിഗിനിങ് ഫിനിഷ്ഡ് ഗുഡ്സ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ യൂണിറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് കിട്ടും. ക്ലിയർ ആണോ ഈ ഫോർമുല? നിങ്ങൾക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് കണ്ടുപിടിക്കാൻ പ്രൊഡക്ഷൻ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണിത്. ബഡ്ജറ്റഡ് സെയിൽസ് പ്ലസ് എൻഡിങ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് മൈനസ് ബിഗിനിങ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. എന്താ പറയണ്ടേ സൗമ്യ? ഏത് പോർഷനാ ക്ലിയർ ആവാത്തത്? ബിഗിനിങ് ഫിനിഷ്ഡ് ഗുഡ്സോ? ബിഗിനിങ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എൻഡിങ് ഗുഡ്സ് നമ്മളിപ്പോ ജൂലൈ മന്തിൽ നമ്മൾ ഡിസൈഡ് ചെയ്തു 20,000 യൂണിറ്റ്സ് നമുക്ക് എൻഡിങ് ഗുഡ്സ് ആയിട്ട് വേണമെന്ന് ഡിസൈഡ് ചെയ്തു. അപ്പൊ അതുപോലെ തന്നെ പ്രീവിയസ് പീരീഡിൽ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും എൻഡിങ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇത്ര വേണമെന്ന്.
ഇപ്പൊ മേ ബി ജൂണിൽ നമ്മൾ ഡിസൈഡ് ചെയ്തത് ഒരു 10,000 യൂണിറ്റ്സ് നമുക്ക് എൻഡിങ് ഇൻവെന്ററി വേണമെന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. മാസിന് ഒരു കുറച്ച് എക്സ്ട്രാ യൂണിറ്റ്സ് വേണമെന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മേ ബി ആ പെർട്ടിക്കുലർ മന്തിൽ, ജൂൺ മന്തിൽ നമുക്ക് ഈ പറഞ്ഞ 10,000 എക്സ്ട്രാ യൂണിറ്റ്സ് നമുക്ക് ആവശ്യം വന്നില്ല, സിറ്റുവേഷൻ അത് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ നമുക്ക് വന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ 10,000 യൂണിറ്റ്സ് നെക്സ്റ്റ് മന്തിലേക്ക് നമ്മൾ എടുക്കും, ആസ് ഇൻ ജൂലൈ മന്തിലേക്ക് നമ്മൾ എടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജൂൺ മന്തിൽ ഉണ്ടായിരുന്ന നമ്മുടെ എൻഡിങ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി നെക്സ്റ്റ് മന്ത് ജൂലൈ മന്തിൽ വരുമ്പോൾ നമ്മുടെ ബിഗിനിങ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ കയ്യിൽ ഈ 10,000 യൂണിറ്റ്സ് അവൈലബിൾ ആയിരിക്കും. ഇത് ഓൾറെഡി നമ്മൾ പ്രീവിയസ് മന്തിൽ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഈ പറഞ്ഞ ബിഗിനിങ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഇനി ഇതിൽ നമ്മൾ കൂടുതൽ പ്രൊഡക്ഷൻ ഒന്നും ഈ പെർട്ടിക്കുലർ പീരീഡിൽ നടത്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ ജൂലൈ മന്തിൽ ഈ പറഞ്ഞിട്ടുള്ള 10,000 യൂണിറ്റ്സിൽ പ്രൊഡക്ഷനോ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല, ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന യൂണിറ്റ്സ് ആണ്. ഇനി ഈ യൂണിറ്റ്സ് നമുക്ക് ഡിഡക്ട് ചെയ്യാം. നമ്മുടെ ടോട്ടൽ യൂണിറ്റ്സ് റിക്വയർ ചെയ്യുന്നത് 120 യൂണിറ്റ്സ് ആണ്. ഇതിൽ നിന്ന് നമ്മുടെ ബിഗിനിങ് യൂണിറ്റ്സ് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പെർട്ടിക്കുലർ പീരീഡിലേക്ക് റിക്വയർ ചെയ്യുന്ന പ്രൊഡക്ഷൻ യൂണിറ്റ്സ് കണ്ടുപിടിക്കാം. ഈ പറഞ്ഞ 10,000 യൂണിറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ പറഞ്ഞ 10,000 യൂണിറ്റ്സ് ഇനി പ്രൊഡക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ടോട്ടൽ റിക്വയർമെന്റിൽ നിന്ന് നമ്മൾ ഈ 10,000 കൂടെ കുറച്ചിട്ട് ബാക്കിയുള്ള യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പൊ 110,000 യൂണിറ്റ്സ് ആണ് നമുക്ക് ജൂലൈ മന്തിലേക്ക് റിക്വയർ ചെയ്യുന്ന പ്രൊഡക്ഷൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന യൂണിറ്റ്സ് 110,000 യൂണിറ്റ്സ് ആണ്. ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക്? സോറി, ഫോർമുല നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ. ഇപ്പൊ ഇതിന്റെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് എക്സാമ്പിൾ തന്നെ സെയിം മാനുഫാക്ചറിങ് കമ്പനി തന്നെ പ്രൊഡക്ഷൻ നടത്താണ്. അപ്പൊ അവര് പ്രൊഡക്ഷൻ നടത്തുന്നതിൽ the company expects to end 2013 ബഡ്ജറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിലെ കമ്പനി expect to end 2012 with 400 rocking chairs, 300 house siding and 400 barrels on hand in finished goods inventory. അപ്പൊ 2012 അവർ ഡിസൈഡ് ചെയ്തു ഇത്രയും യൂണിറ്റ്സ് അവരുടെ എൻഡിങ് ഇൻവെന്ററിയിൽ ഉണ്ടാവണമെന്ന് ഡിസൈഡ് ചെയ്തു. അപ്പൊ ഈ 2012 എൻഡിങ് ഇൻവെന്ററി എന്താ, നമ്മുടെ നെക്സ്റ്റ് ഇയറിലെ നമ്മുടെ ഓപ്പണിംഗ് ഇൻവെന്ററി ആയിട്ട് മാറും, അല്ലെങ്കിൽ ബിഗിനിങ് ഇൻവെന്ററി ആയിട്ട് മാറും. അപ്പൊ ഈ 400 റോക്കിംഗ് ചെയർസും 300 ഹൗസ് സൈഡിങ്സും 400 ബാരൽസ് ഓൺ ഹാൻഡ് ഒക്കെ 2013 വരുമ്പോൾ നമ്മുടെ ബിഗിനിങ് ഇൻവെന്ററി ആയിട്ട് മാറും. അതുപോലെ the company wants to increase its finished goods inventory level to 450 rocking chair, 350 house sidings and 450 barrels at the end of 2013. അപ്പൊ 2013 വരുമ്പോൾ കമ്പനി ഡിസൈഡ് ചെയ്തു അവർക്ക് റിക്വയർ ചെയ്യുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത് 450 റോക്കിംഗ് ചെയർസ്, 350 ഹൗസിംഗ് സൈറ്റ്സ് ആൻഡ് 450 ബാരൽസ്. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ബഡ്ജറ്റ് വെച്ചിട്ട് നമ്മൾ യൂണിറ്റ്സ് കണ്ടുപിടിച്ചു, ബഡ്ജറ്റഡ് സെയിൽസ് യൂണിറ്റ്സ്. അപ്പൊ 3,000 യൂണിറ്റ്സ് ആണ് നമുക്ക് റോക്കിംഗ് ചെയറിന് റിക്വയർ ചെയ്യുന്നത്, ഹൗസ് സൈഡിങ്ങിന് 1,500, ബാരൽസിന് 2,500 യൂണിറ്റ്സ് ആണ് നമ്മൾ ബഡ്ജറ്റ് ചെയ്തിട്ടുള്ള സെയിൽസ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി അതുപോലെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എൻഡിങ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി. കമ്പനി പറഞ്ഞേക്കുന്നത് 2013 അവർ റിക്വയർ ചെയ്യുന്ന എൻഡിങ് ഇൻവെന്ററി എന്ന് പറയുന്നത് 450,000 തന്നിട്ടുണ്ട്, 350,000 ഹൗസിംഗ് സൈഡ് തന്നിട്ടുണ്ട്, 450,000 ബാരൽസും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സെയിൽസ് ബഡ്ജറ്റ് പ്ലസ് എൻഡിങ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി ചെയ്യുമ്പോൾ ടോട്ടൽ യൂണിറ്റ്സ് റിക്വയർഡ് കിട്ടും. 2013 നമുക്ക് റിക്വയർ ചെയ്യുന്ന ടോട്ടൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് റോക്കിംഗ് ചെയറിന് 3,450 യൂണിറ്റ്സ്, ഹൗസിംഗ് സൈഡിന് 1,850 യൂണിറ്റ്സ്, ബാരലിന് 2,950 യൂണിറ്റ്സ് ആണ് 2013 നമുക്ക് റിക്വയർ ചെയ്യുന്ന യൂണിറ്റ്സ്, ടോട്ടൽ യൂണിറ്റ്സ്. ഇനി ഈ ടോട്ടൽ യൂണിറ്റ്സിന്ന് പ്രീവിയസ് ഇയറിൽ നിന്ന് നമുക്ക് കുറച്ച് യൂണിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ ഇപ്പൊ 2012 എൻഡിങ് ഇൻവെന്ററി നമ്മുടെ നെക്സ്റ്റ് ഇയറിലെ ബിഗിനിങ് ഇൻവെന്ററി ആയിട്ട് മാറും. അപ്പൊ ഇതിൽ ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ഈ 400 ചെയർസും 300 ഹൗസിംഗ് സൈറ്റ്സും പിന്നെ 400 ബാരൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇയറിലെ ബിഗിനിങ് ഇൻവെന്ററി ആണ്, ബിഗിനിങ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി ആണ്. ഈ ബിഗിനിങ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി നമ്മൾ ഡിഡക്ട് ചെയ്യും.
അപ്പോൾ നമ്മുടെ ടോട്ടൽ റിക്വയർ യൂണിറ്റ്സ് ചെയ്ത് ബിഗിനിങ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി ഡിഡക്ട് ചെയ്യാസ് 3450 400 ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്നത് 3050 യൂണിറ്റ്സ് ഓഫ് റോക്കിംഗ് ചെയർ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം 2013. ഇനി അതുപോലെ നമുക്ക് ഹൗസിംഗ് സൈഡിൽ 300 യൂണിറ്റ്സ് ആണ് നമ്മുടെ ബിഗിനിങ് ഫിനിഷ്ഡ് ഗുഡ്സ് വരുന്നത്. അപ്പൊ ടോട്ടൽ അത് നമ്മൾ ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ യൂണിറ്റ്സ് റിക്വയർ ചെയ്യുന്ന 1550 യൂണിറ്റ്സ്. ഇനി ബാരൽസ് നോക്കുകയാണെങ്കിൽ 400 യൂണിറ്റ്സ് ആണ് നമ്മുടെ ബിഗിനിങ് ഫിനിഷ്ഡ് ഗുഡ്സ് വരുന്നത്. അപ്പൊ ടോട്ടൽ യൂണിറ്റ്സ് വരുന്ന 2550 യൂണിറ്റ്സ് ആണ് ബാരൽസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് റിക്വയർ ചെയ്യുന്നത്. ഇതാണ് നമുക്ക് 2013 നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഈ തന്നിട്ടുള്ള എമൗണ്ട്സ് ആണ്. 350,000 റോക്കിംഗ് ചെയർസും ഹൗസിംഗ് സൈഡിന് 1550 യൂണിറ്റ്സ്, ബാരൽസിന് 2550 യൂണിറ്റ്സ്. ക്ലിയർ ആണോ ഇത് ഈ എക്സാമ്പിൾ? നിങ്ങളോട് യൂണിറ്റ്സ് പ്രൊഡക്ഷൻ എത്ര യൂണിറ്റ്സ് നമുക്ക് പ്രൊഡക്ഷൻ റിക്വയർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറയും. ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അൻസു പറയുന്നത് ക്ലിയർ ആവുന്നില്ല, കട്ടായി പോവാ. എമൗണ്ട് വന്നില്ലേ, അത് എങ്ങനെയാ വന്നിരുന്നു പറയോ? ഏത് എമൗണ്ട് കേട്ടില്ല? ബഡ്ജറ്റ് സെയിൽസിന്റെ ഇല്ലേ ഇൻ യൂണിറ്റ്? അത് നമ്മൾ സെയിൽസ് ബഡ്ജറ്റ് ചെയ്ത് കണ്ടുപിടിച്ച കാര്യമാണ്. ഇത് മോസ്റ്റ്ലി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ബഡ്ജറ്റഡ് സെയിൽസ് നമ്മൾ ബഡ്ജറ്റഡ് സെയിൽസിൽ നിന്ന് കണ്ടുപിടിച്ച കാര്യമായിരിക്കും അത്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും ബഡ്ജറ്റഡ് സെയിൽസ് എത്രയാണെന്ന്, യൂണിറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് മെയിൻലി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ഇത് ലാസ്റ്റ് പ്രീവിയസ് എക്സാമ്പിൾ ആണ് ഈ തന്നേക്കുന്നത്. പ്രീവിയസ് എക്സാമ്പിളിന്റെ അതേ കണ്ടിന്യൂവേഷൻ ആണ് ഈ തന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സെയിൽസ് ഇതിൽ എഴുതാതിരുന്നത്. സെയിൽസ് പ്രീവിയസ് എക്സാമ്പിളിൽ നമുക്ക് തന്നിട്ടുള്ള സെയിം യൂണിറ്റ്സ് ആണ് ഈ തന്നേക്കുന്നത്. ഓക്കെ, ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾക്ക് ആൻസർ അറിയാണെങ്കിൽ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. 61,000 യൂണിറ്റ്സ് ആണ് ആൻസർ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ക്വസ്റ്റിൽ ചോദിച്ചേക്കുന്നത് the firm has budgeted sales for period 1. First, what is the budgeted production for period 1? Period 1ന്റെ budgeted production കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതില് firm has budgeted sales for period 1 50,000 units and period 2 55,000 units. The firm maintain a policy that ending inventory is 20% of the following period's forecasted sale. The policy is currently met. What is the budgeted production for period 1? ഇതിൽ നമുക്ക് രണ്ട് പീരീഡ് 1 ഉണ്ട്, പീരീഡ് 2 ഉണ്ട്. പീരീഡ് 1 സെയിൽസ് 50,000 യൂണിറ്റ്സും പീരീഡ് 2 55,000 യൂണിറ്റ്സും ഉണ്ട്. ഇതിൽ ഇവർ പറഞ്ഞേക്കുന്നത് എൻഡിങ് ഇൻവെന്ററി എന്ന് പറയുന്നത് എല്ലാ മാസവും നമുക്ക് എൻഡിങ് ഇൻവെന്ററി ഉണ്ട്. എൻഡിങ് ഇൻവെന്ററി എന്ന് പറയുന്നത് നെക്സ്റ്റ് പീരീഡിന്റെ 20%, നെക്സ്റ്റ് പീരീഡിന്റെ സെയിൽസിന്റെ 20% ആയിരിക്കും കറന്റ് പീരീഡിന്റെ എൻഡിങ് ഇൻവെന്ററി എന്ന് പറയുന്നത്. അപ്പൊ മേ ബി ഇപ്പൊ ജൂലൈ മന്തിലെ എൻഡിങ് ഇൻവെന്ററി എന്ന് പറയുന്നത് ഓഗസ്റ്റ് മന്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സെയിൽസിന്റെ 20% ആയിരിക്കും ജൂലൈ മന്തിൽ നമ്മുടെ എൻഡിങ് ഇൻവെന്ററി വരുന്നത്. ഇപ്പൊ ക്വസ്റ്റ്യനിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട്. സെയിൽസ് പീരീഡ് 2 സെയിൽസ് തന്നിട്ട്. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ സെയിൽസ് നോക്കണം. പീരീഡ് 1ന്റെ സെയിൽസ് എന്ന് പറയുന്നത് 50,000 സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എൻഡിങ് ഇൻവെന്ററി നോക്കണം. അപ്പൊ എൻഡിങ് ഇൻവെന്ററി ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന നെക്സ്റ്റ് പീരീഡിന്റെ 20% ആയിരിക്കും നമ്മുടെ കറന്റ് പീരീഡിന്റെ എൻഡിങ് ഇൻവെന്ററി. അപ്പൊ നമ്മൾ പീരീഡ് 1 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പീരീഡ് 2ന്റെ 20%, പീരീഡ് 2ന്റെ സെയിൽസിന്റെ 20% ആയിരിക്കും പീരീഡ് 1ന്റെ എൻഡിങ് ഇൻവെന്ററി. അപ്പൊ പീരീഡ് 2ന്റെ സെയിൽസ് എന്ന് പറയുന്നത് 55,000 യൂണിറ്റ്സ് ആണ് പീരീഡ് 2ന്റെ സെയിൽസ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ 20% കണ്ടുപിടിക്കണം. 11,000 ആണ് പീരീഡ് 2ന്റെ സെയിൽസിന്റെ 20%. ഈ പറയുന്ന 11,000 ആയിരിക്കും പീരീഡ് 1ന്റെ എൻഡിങ്
ഇൻവെന്ററി. അപ്പോൾ 11,000 ആണ് പീരീഡ് 1ന്റെ എൻഡിങ് ഇൻവെന്ററി. ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന പീരീഡ് 1ഉം ഇപ്പൊ ഈ പറയുന്ന ആക്ച്വലി ഈ പറഞ്ഞിരിക്കുന്ന എൻഡിങ് ഇൻവെന്ററിയുടെ 20% ആയിരിക്കും എന്ന് പറയുന്നത് കമ്പനി ഫോം ചെയ്യുന്ന ഒരു പോളിസി ആയിരിക്കാം. ഷെബി അവർ ഓരോ മന്തിലും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എൻഡിങ് ഇൻവെന്ററിയുടെ പാറ്റേൺ ആയിരിക്കാം ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, ഈ പീരീഡ് 1ന്റെ ഇൻവെന്ററി, പീരീഡ് 1ന്റെ ഇപ്പൊ പീരീഡ് 1ന് മുമ്പുള്ള പീരീഡ് 1ന് മുമ്പുള്ള ഒരു പീരീഡ് ഉണ്ടായിട്ട് മേ ബി പീരീഡ് 0 എന്ന് നമുക്ക് പറയാം. ഈ പീരീഡ് 0ല് അവർ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എൻഡിങ് ഇൻവെന്ററി ഈ പറഞ്ഞ പീരീഡ് 1ന്റെ ബേസിസിലായിരിക്കും പീരീഡ് 0ല് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എൻഡിങ് ഇൻവെന്ററി. അപ്പൊ പീരീഡ് 1ന്റെ 20% എടുത്തിട്ടായിരിക്കും പീരീഡ് 1ന്റെ സെയിലിന്റെ 20%. ഇപ്പൊ പീരീഡ് 1ന്റെ സെയിൽ 50,000 ആണ്, അതിന്റെ 20% എന്ന് പറയുന്നത് 10,000 ആണ്. അപ്പൊ ഈ പറയുന്ന 10,000 എന്ന് പറയുന്നത് പ്രീവിയസ് പീരീഡ് മേ ബി ഇപ്പൊ ജസ്റ്റ് പറയുകയാണെങ്കിൽ പീരീഡ് 0യുടെ എൻഡിങ് ഇൻവെന്ററി ആയിരുന്നിട്ടുണ്ടാകും ഈ പറയുന്ന 10,000. അപ്പൊ ഈ 10,000 പീരീഡ് 0യുടെ എൻഡിങ് ഇൻവെന്ററി ആണ്. അപ്പൊ പ്രീവിയസ് പീരീഡിന്റെ എൻഡിങ് ഇൻവെന്ററി നെക്സ്റ്റ് പീരീഡിൽ വരുമ്പോൾ അത് നമ്മുടെ ബിഗിനിങ് ഇൻവെന്ററി ആയിട്ട് മാറും. അപ്പൊ പീരീഡ് 1ന് മുമ്പുള്ള പീരീഡിന്റെ എൻഡിങ് ഇൻവെന്ററി എന്ന് പറയുന്നത് 10,000 ആണ്. അത് നെക്സ്റ്റ് ഇയറിൽ വന്നു, പീരീഡ് 1ൽ വന്നപ്പോൾ നമ്മുടെ ബിഗിനിങ് ഇൻവെന്ററി ആയിട്ട് മാറി നമ്മുടെ ഈ പറയുന്ന 10,000. അപ്പൊ ഈ പറയുന്ന ബിഗിനിങ് 10,000 നമ്മൾ ഡിഡക്ട് ചെയ്യണം. അപ്പൊ 50,000 പ്ലസ് നമ്മുടെ എൻഡിങ് ഇൻവെന്ററി 11,000 മൈനസ് 10,000 ചെയ്യുമ്പോൾ 51,000 ആയിരിക്കും ടോട്ടൽ യൂണിറ്റ്സ്. നമ്മൾ പീരീഡ് 1ൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് 51,000 ആണ്. ക്ലിയർ ആണോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക്? ഈ പറഞ്ഞേക്കുന്ന പെർസെൻറ്റേജ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കണം. എൻഡിങ് ഇൻവെന്ററി എങ്ങനെയാണ് കമ്പനീസ്, ഓരോ കമ്പനീസിന് അവരുടേതായിട്ട് രീതിയുണ്ട്, മെത്തേഡ്സ് ഉണ്ടാവും. അപ്പൊ എൻഡിങ് ഇൻവെന്ററി ഓരോ കമ്പനീസും പലതായിട്ടായിരിക്കും ചോദിക്കുന്നത്. എന്താ ക്ലിയർ ആവാത്ത അൻസൂന്? അതായത് ഇവിടുത്തെ എൻഡിങ് ഇൻവെന്ററി ആണോ പറയുന്നത്? എനിക്ക് അതിന്റെ അർത്ഥം ഒന്ന് പറയാമോ? ഞാൻ കേട്ടില്ല, ബ്രേക്ക് ആയി പോയി, കേട്ടില്ല എന്നാ ചോദിച്ചിരുന്നു. മീനിങ് ഒന്നും കൂടെ പറയാമോ? അതായത് ഈ 20% വരുന്നതിന്റെ 20% അവർ പറഞ്ഞേക്കുന്നത് ഓരോ പീരീഡിലും ക്രിയേറ്റ് ചെയ്യേണ്ട എൻഡിങ് ഇൻവെന്ററി ഉണ്ട്. എല്ലാ പീരീഡിലും അവർ എൻഡിങ് ഇൻവെന്ററി ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഈ ക്രിയേറ്റ് ചെയ്യുന്ന എൻഡിങ് ഇൻവെന്ററി നെക്സ്റ്റ് പീരീഡിന്റെ ഫോർകാസ്റ്റഡ് സെയിൽസിന്റെ 20% ആയിരിക്കും എന്നാണ്. ഇപ്പൊ ജൂലൈയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻവെന്ററി, എൻഡിങ് ഇൻവെന്ററി എന്ന് പറയുന്നത് ഓഗസ്റ്റില് നമ്മളൊരു സെയിൽസ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും. ആ സെയിൽസ് എക്സ്പെക്ട് ചെയ്തതിന്റെ 20% ആയിരിക്കും ജൂലൈയിൽ വരുന്ന നമ്മുടെ എൻഡിങ് ഇൻവെന്ററി എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ എൻഡിങ് ഇൻവെന്ററി, ജൂലൈയിലെ എൻഡിങ് ഇൻവെന്ററി ഓഗസ്റ്റിൽ വരുമ്പോൾ എന്താവും? ഓഗസ്റ്റിൽ വരുമ്പോൾ നമ്മുടെ ബിഗിനിങ് ഇൻവെന്ററി ആയിട്ട് മാറും. അപ്പൊ ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഫോം പോളിസിയാണ്, കമ്പനിയുടെ പോളിസിയാണ്. അവരൊരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് മാത്രം യൂസ് ചെയ്യുന്നതല്ല, എല്ലാ പീരീഡ്സിലും അവർ യൂസ് ചെയ്യുന്ന ഒരു പോളിസിയാണ് തന്നിരിക്കുന്നത്. എൻഡിങ് ഇൻവെന്ററി എന്ന് പറയുന്നത് 20% ഓഫ് നെക്സ്റ്റ് പീരീഡിന്റെ സെയിൽസ് ഫോർകാസ്റ്റിന്റെ 20% ആയിരിക്കും കറന്റ് പീരീഡിന്റെ എൻഡിങ് ഇൻവെന്ററി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പോളിസി അവർ എല്ലാത്തിലും ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പീരീഡ് 1ലും നമ്മൾ ബിഗിനിങ് ഇൻവെന്ററി പറഞ്ഞപ്പോൾ പ്രീവിയസ് പീരീഡിലുള്ള എൻഡിങ് ഇൻവെന്ററി 50,000 20% ആയിരുന്നു. അത് നമ്മുടെ പീരീഡ് 1ൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ബിഗിനിങ് ഇൻവെന്ററി ആയിട്ട് മാറി. ഇത് എല്ലാ പോളിസിയാണ്, ഇത് ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് മാത്രം യൂസ് ചെയ്യുന്ന ഒരു കാര്യമല്ല, എൻഡിങ് ഇൻവെന്ററിയിൽ മാത്രം യൂസ് ചെയ്യുന്നതല്ല, ബിഗിനിങ് ഇൻവെന്ററിയിലും ഈ പറഞ്ഞ കാര്യം ആപ്ലിക്കബിൾ ആണ്. കാരണം പ്രീവിയസ് പീരീഡിന്റെ എൻഡിങ് ഇൻവെന്ററി ആയിരിക്കും നമ്മുടെ നെക്സ്റ്റ് പീരീഡിന്റെ ബിഗിനിങ് ഇൻവെന്ററി ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക. പ്രീവിയസ് പീരീഡിന്റെ എൻഡിങ് ഇൻവെന്ററി ആണ് നെക്സ്റ്റ് ഇയറിൽ നമ്മുടെ ബിഗിനിങ് ഇൻവെന്ററി ആയിട്ട് വരുന്നത്. അപ്പൊ പ്രീവിയസ് പീരീഡിലെ എൻഡിങ് ഇൻവെന്ററിനെ എന്തൊക്കെ എഫക്ട് ചെയ്യുന്നോ അത് നമ്മുടെ നെക്സ്റ്റ് പീരീഡിലെ ബിഗിനിങ് ഇൻവെന്ററിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണോ അൻസു?
ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇങ്ങനെ പോളിസി വെച്ചിട്ട് എൻഡിങ് ഇൻവെന്ററി കണ്ടുപിടിക്കാൻ പറഞ്ഞു വരും. കറക്റ്റ് ആയിട്ട് ചെയ്യുക. 2 പീരീഡിന് ബിഗിനിങ്ങും എൻഡിങ്ങും നോക്കി, എൻഡിങ്ങും ബിഗിനിങ്ങും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവില്ല. ഇങ്ങനെയായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. ഇങ്ങനെ കുറച്ച് പോളിസി ഫോം ചെയ്തിട്ടായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. ഡയറക്ട്ലി എൻഡിങ് ഇൻവെന്ററി ബിഗിനിങ് ഇൻവെന്ററി തന്നിട്ടില്ല, നമുക്ക് അത് കണ്ടുപിടിക്കേണ്ടി വരും. സെയിൽസ് മിക്ക ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ടാവും. സെയിൽസ് ഇല്ലെങ്കിൽ സെയിൽസ് കണ്ടുപിടിക്കാനുള്ള ബാക്കി ഡീറ്റെയിൽസ് അവർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അറിയുന്ന ഒരു ആൻസർ പറഞ്ഞു, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമില്ലെങ്കിൽ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. ക്വസ്റ്റ്യനില് ഇവര് തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കാം. ലാസ്റ്റ് സെന്റൻസിൽ പറഞ്ഞേക്കുന്ന വാട്ട് ഈസ് ദ ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ ഫോർ ഡിസംബർ. ഡിസംബറിന്റെ ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. Kids Plastics manufactures plastic action figures for kids. In budgeting for production, the company required that 25% of the next month's budgeted sales be on hand at the end of each month. The budgeted sales of action figures for the next 4 months are. അപ്പോൾ നെക്സ്റ്റ് പീരീഡ്, അപ്പോൾ എൻഡിങ് ഇൻവെന്ററി, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ മന്തിൽ അവരുടെ എൻഡിങ് ഇൻവെന്ററി എന്ന് പറയുന്നത് നെക്സ്റ്റ് പീരീഡിന് 25, നെക്സ്റ്റ് പീരീഡിന്റെ സെയിൽസിന്റെ 25% ആയിരിക്കും കറന്റ് പീരീഡിന്റെ എൻഡിങ് ഇൻവെന്ററി എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് 4 മന്ത് തന്നിട്ടുണ്ട്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനിൽ ഉണ്ടാവാൻ പോകുന്ന സെയിൽസ് ബഡ്ജറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ ബേസിസിൽ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട പ്രൊഡക്ഷൻസ്, ഡിസംബറിൽ നടക്കേണ്ട പ്രൊഡക്ഷൻ ആണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഡിസംബറിൽ നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട് 145,200 നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എൻഡിങ് ഇൻവെന്ററി നമ്മൾ നോക്കണം. അപ്പൊ എൻഡിങ് ഇൻവെന്ററി, ഡിസംബറിന്റെ എൻഡിങ് ഇൻവെന്ററി എന്ന് പറയുന്നത് ജാനുവരിയിൽ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തിട്ടുള്ള സെയിൽസിന്റെ 25% ആയിരിക്കും ഡിസംബറിന്റെ എൻഡിങ് ഇൻവെന്ററി വരുന്നത്. അപ്പൊ ഡിസംബറിന്റെ എൻഡിങ് ഇൻവെന്ററി എന്ന് പറയുന്നത് 25% ഓഫ് ജാൻ 14,700 into 0.25, 3,675 യൂണിറ്റ്സ് ആണ് നമ്മുടെ ഡിസംബറിലെ എൻഡിങ് ഇൻവെന്ററി വരുന്നത്. ക്ലിയർ ആണോ എൻഡിങ് ഇൻവെന്ററി? പിന്നെ വരുന്നത് ബിഗിനിങ് ഇൻവെന്ററി ആണ്. ബിഗിനിങ് ഇൻവെന്ററി എന്ന് പറയുന്നത് ഡിസംബറിലെ ബിഗിനിങ് ഇൻവെന്ററി ആണ്. അപ്പൊ ഡിസംബറിലെ ബിഗിനിങ് ഇൻവെന്ററി എന്താ? നവംബറിലെ എൻഡിങ് ഇൻവെന്ററി ആയിരിക്കും ഡിസംബറിലെ ബിഗിനിങ് ഇൻവെന്ററി. സോറി, സോ നവംബറിലെ എൻഡിങ് ഇൻവെന്ററി ആയിരിക്കും ഡിസംബറിലെ ബിഗിനിങ് ഇൻവെന്ററി. അപ്പൊ നമ്മൾ നവംബറിലെ എൻഡിങ് ഇൻവെന്ററി കണ്ടുപിടിക്കണം. നവംബറിലെ എൻഡിങ് ഇൻവെന്ററി എന്ന് പറയുന്നത് ഡിസംബറിന്റെ സെയിലിന്റെ 25% ആയിരിക്കും നവംബറിന്റെ എൻഡിങ് ഇൻവെന്ററി വരുന്നത്. അപ്പൊ 45,000 into 0.25 ചെയ്യുമ്പോൾ 36,300 യൂണിറ്റ്സ് കിട്ടും നവംബറിന്റെ എൻഡിങ് ഇൻവെന്ററി. ഇതായിരിക്കും നമ്മുടെ ബിഗിനിങ് ഇൻവെന്ററി വരുന്നത് ഡിസംബറിൽ. അപ്പൊ സെയിൽസ് പ്ലസ് എൻഡിങ് ഇൻവെന്ററി മൈനസ് ബിഗിനിങ് ഇൻവെന്ററി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് 112,575 യൂണിറ്റ്സ് ആണ് നമ്മൾ ഡിസംബറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ്. ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക്? എപ്പോഴും ഈ തന്നിരിക്കുന്ന പെർസെൻറ്റേജ് നോക്കുക. ഇതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ എൻഡിങ് ഇൻവെന്ററിയും ബിഗിനിങ് ഇൻവെന്ററിയും കണ്ടുപിടിക്കുന്നത്. കൺഫ്യൂസ്ഡ് ആവരുത് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും എന്തായാലും. പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? പ്രൊഡക്ഷൻ ബഡ്ജറ്റും സെയിൽസ് ബഡ്ജറ്റിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ, ഞാനൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെങ്കിൽ തരാം.
ഓക്കെ, താങ്ക് യു. സോ മാനുഫാക്ചറിങ് കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന 3 കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വരും, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് വരും, അതുപോലെ തന്നെ ഓവർ ഹെഡ് കോസ്റ്റ് വരും. അപ്പൊ ഈ 3 കോസ്റ്റ് കൂടെ കൂടുമ്പോഴാണ് നമ്മുടെ മാനുഫാക്ചറിങ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ്സ് കണ്ടുപിടിച്ചു. ഇനി പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 2-3 ബഡ്ജറ്റ്സ് പ്രിപ്പയർ ചെയ്യണം. അതിന്റെ ഫസ്റ്റ് ബഡ്ജറ്റ് ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ ബഡ്ജറ്റ്. ഈ ഡയറക്റ്റ് മെറ്റീരിയൽ ബഡ്ജറ്റ്സിൽ നമ്മൾ 2 ഇമ്പോർട്ടൻറ്റ് ബഡ്ജറ്റ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ യൂസേജ് ബഡ്ജറ്റും ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റും. 2 ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് മെറ്റീരിയൽ കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ ഫസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ യൂസേജ് ബഡ്ജറ്റ്. നമ്മൾ എത്ര ഡയറക്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊഡക്ഷൻ നടത്താനായിട്ട് നമ്മൾ എത്ര ഡയറക്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ യൂസേജ് ബഡ്ജറ്റിൽ കണ്ടുപിടിക്കുന്നത്. നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി പ്രൊഡ്യൂസ് ഇസ് യൂസ് ടു കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ റിക്വയർഡ് ആൻഡ് ദെയർ കോസ്റ്റ്. അപ്പോൾ എത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിസൈഡ് ചെയ്തു. അതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എത്ര ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യണം. ഇപ്പോൾ ഒരു 20,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്തു. അപ്പോൾ 20,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് റിക്വയർ ചെയ്യുന്ന ഡയറക്റ്റ് മെറ്റീരിയൽസിന്റെ യൂണിറ്റ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിന്റെ കോസ്റ്റും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ യൂണിറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഫിസിക്കൽ യൂണിറ്റ്സ് ബഡ്ജറ്റ്, അല്ലെങ്കിൽ യൂണിറ്റ്സ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു purchase, number of direct material units to purchase ന്റെ ഫോർമുല എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു പ്രൊഡ്യൂസ്, എത്ര യൂണിറ്റ്സ് ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഇൻടു per unit direct material required. Per unit direct material required എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര ഡയറക്റ്റ് മെറ്റീരിയൽ റിക്വയർ ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു വുഡൻ ചെയർ പർച്ചേസ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തു. അപ്പൊ വുഡൻ ചെയർ പർച്ചേസ് ചെയ്യാനായിട്ട് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് 2 വുഡൻ ലോക്സ് വേണം. അപ്പൊ 2 വുഡൻ ലോക്സ് യൂസ് ചെയ്തിട്ടാണ് ഒരു ഔട്ട്പുട്ട് ആസ് ഇൻ ഒരു വുഡൻ ചെയർ ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ ടോട്ടലി മേ ബി എനിക്ക് ഒരു 20,000 യൂണിറ്റ്സ് 20,000 വുഡൻ ചെയർ പർച്ചേസ് ചെയ്യണം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യണം ഞാൻ ഡിസൈഡ് ചെയ്തു. അപ്പൊ 20,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു വുഡൻ ചെയർ പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് റിക്വയർഡ് 2 വുഡൻ ലോക്സ് ആണ്. അപ്പൊ 20,000 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 40,000 യൂണിറ്റ്സ് 40,000 വുഡൻ ലോക്സ് എനിക്ക് റിക്വയർ ചെയ്യും ഈ പറയുന്ന 20,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു പ്രൊഡ്യൂസ് ഇൻറ്റു പെർ യൂണിറ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ റിക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര യൂണിറ്റ്സ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനായിട്ട് റിക്വയർ ചെയ്യുന്ന കണ്ടുപിടിക്കാം. അപ്പൊ ഡയറക്റ്റ് മെറ്റീരിയലിന്റെ യൂണിറ്റ്സ് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി ഡയറക്റ്റ് മെറ്റീരിയൽസ് എത്ര യൂണിറ്റ്സ് വേണം നമ്മൾ കണ്ടുപിടിച്ചു. അത് ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ റിക്വയർഡ് ഇൻടു പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ നമുക്ക് കിട്ടും. യൂണിറ്റ്സ് കണ്ടുപിടിക്കുക, എത്ര ഡയറക്റ്റ് മെറ്റീരിയൽ വേണമെന്ന് ഡിസൈഡ് ചെയ്തു. ഇപ്പോൾ 40,000 വുഡൻ ലോക്സ് വേണമെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഇനി 40,000 ഇൻറ്റു 10 ചെയ്യുക. ഇനി 40,000 ഇൻറ്റു 5 ആണ് എൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ്. ഒരു വുഡൻ ലോഗ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് $5 ആണ്. അപ്പോൾ 40,000 ഇൻറ്റു 5 ചെയ്യുമ്പോൾ $200,000 എൻ്റെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വരും. അപ്പൊ ആദ്യം നമ്മൾ യൂണിറ്റ്സ് കണ്ടുപിടിക്കണം, അതിൽ നിന്ന് നമ്മുടെ പെർ യൂണിറ്റ് കോസ്റ്റ്, അതിൽ നിന്ന് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. ഈ പറയുന്ന യൂണിറ്റ്സ് പെർ യൂണിറ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ റിക്വയർഡ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽസും ഇതും തന്നിട്ടുണ്ടാവും. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫിസിക്കൽ യൂണിറ്റ്സ് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയലും കണ്ടുപിടിക്കണം. ഇതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ യൂസേജ് ബഡ്ജറ്റ്. ഇതിന്റെ എക്സാമ്പിൾ നോക്കാം. ഇതിൽ എക്സാമ്പിളിൽ വേറെ ഒരു ഫോർമുലയും കൂടി ഉണ്ട്. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ, ഡയറക്റ്റ് മെറ്റീരിയലിന്റെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് വേറൊരു ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് പ്ലസ്
കോസ്റ്റ് ഓഫ് ബിഗിനിങ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻവെന്ററി മൈനസ് കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻവെന്ററി. അപ്പൊ നമ്മൾ ഇതിൽ പറഞ്ഞേക്കുന്നത് നമ്മുടെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഒരു പെർട്ടിക്കുലർ പീരീഡ്, ഇപ്പോൾ ഓഗസ്റ്റ് മന്തിന് നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്യും. ഡയറക്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്ത് ആ ഡയറക്റ്റ് മെറ്റീരിയലിന്റെ കോസ്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കും. അപ്പൊ ഓഗസ്റ്റ് മന്തിന്റെ മാത്രം കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ആ മന്തില് നമ്മൾ യൂസ് ചെയ്ത എല്ലാ ഡയറക്റ്റ് മെറ്റീരിയലും ഇതിൽ ഈ കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ മന്തിന് വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ള പർച്ചേസ് യൂണിറ്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ആ പർച്ചേസ് യൂണിറ്റ്സിൽ നിന്ന് നമ്മുടെ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പൊ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് പ്ലസ് കോസ്റ്റ് ഓഫ് ബിഗിനിങ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻവെന്ററി. ഇതിൽ നമ്മൾ ബിഗിനിങ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻവെന്ററി ആഡ് ചെയ്യുന്നത്, ബിക്കോസ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ മന്തിലെ ബിഗിനിങ്ങിൽ തന്നെ നമ്മൾക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഈ മെറ്റീരിയൽസ് നമ്മൾ ആ മന്തിലേക്കുള്ള പ്രൊഡക്ഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബിഗിനിങ് ഇൻവെന്ററി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ എത്ര യൂണിറ്റ്സ് എത്ര ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്തോ അതിന് പെർട്ടിക്കുലർ പീരീഡിൽ നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ കോസ്റ്റ് ഓഫ് ബിഗിനിങ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻവെന്ററി നമ്മൾ ആഡ് ചെയ്യും മൈനസ് കോസ്റ്റ് ഓഫ് എൻഡിങ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻവെന്ററി. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തതിനു ശേഷം ബാക്കി കുറച്ച് മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ടാവും. അത് നമ്മുടെ എൻഡിങ് ഇൻവെന്ററി ആയിരിക്കും. ഈ ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ ഡിഡക്ട് ചെയ്യും. കാരണം ഇത് നമ്മൾ ഈ പറയുന്ന മന്തിൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ പീരീഡിൽ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തേക്കുന്ന ഏതാ പർച്ചേസ് ചെയ്തതിനും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ബിഗിനിങ് ഇൻവെന്ററി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എൻഡിങ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻവെന്ററി നമ്മൾ ഡിഡക്ട് ചെയ്യും. കാരണം അത് നമുക്ക് യൂസ് ചെയ്യുന്ന കാര്യമല്ല, ഈ ഒരു പെർട്ടിക്കുലർ മന്തിൽ അല്ലെങ്കിൽ പീരീഡിൽ യൂസ് ചെയ്യാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് നമ്മൾ ഡിഡക്ട് ചെയ്യും. ഇതിൽ നിന്ന് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ ടു ബി യൂസ്ഡ് ഇൻ എ പെർട്ടിക്കുലർ പീരീഡ് നമുക്ക് കിട്ടും. ഈ ഫോർമുല ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ സെയിം എക്സാമ്പിൾ തന്നെ നമ്മൾ ടേബിളും ഷെയറും പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ടേബിളും ഷെയറും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് കിട്ടിയിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മുടെ കോസ്റ്റ് ഓഫ് ബിഗിനിങ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻവെന്ററി ആഡ് ചെയ്യുവാണ് മൈനസ് കോസ്റ്റ് ഓഫ് എൻഡിങ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻവെന്ററി. ഇത് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ ടു യൂസ് കിട്ടും. ടേബിളിന്റെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് 186,000 ആണ്. ചെയറിന് 45,900 ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഇത് രണ്ടും ടോട്ടൽ ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് 341,700 ആണ് നമ്മുടെ ടോട്ടൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് യൂസ്ഡ് ഇൻ എ പെർട്ടിക്കുലർ പീരീഡ്. ഇത് ക്ലിയർ ആണോ ഈ ഡയറക്റ്റ് മെറ്റീരിയൽ യൂസേജ് ബഡ്ജറ്റ്? ഈ ഫോർമുല നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ തന്നിട്ടുള്ള രണ്ട് ഫോർമുലാസ് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇത് രണ്ടും നിങ്ങൾ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ തന്നിരിക്കുന്ന ഫോർമുലയും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ അതുപോലെ നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ യൂസേജ് കണ്ടുപിടിച്ചു. എത്ര യൂണിറ്റ്സ് നമുക്ക് റിക്വയർ ചെയ്യുന്നുണ്ട്, എത്ര യൂണിറ്റ്സ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽസ് നമുക്ക് റിക്വയർ ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എത്ര യൂണിറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യണം.
അപ്പൊ യൂണിറ്റ്സ് എത്ര പർച്ചേസ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ ടു ബി യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. ഇപ്പൊ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്ന ഡയറക്റ്റ് മെറ്റീരിയൽസ് വരും. അപ്പൊ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിച്ചു, ഡയറക്റ്റ് മെറ്റീരിയൽ യൂസേജ് നമ്മൾ കണ്ടുപിടിച്ചു, നമ്മുടെ പ്രൊഡക്ഷന് എത്ര യൂണിറ്റ് റിക്വയർ ചെയ്യുന്നുണ്ടെന്ന്. ടോട്ടൽ യൂണിറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ടു പെർ യൂണിറ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ റിക്വയർഡ് വെച്ചിട്ട് ഡയറക്റ്റ് മെറ്റീരിയൽ ടു ബി യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. പ്ലസ് നമ്മുടെ ഡിസയേർഡ് എൻഡിങ് ഇൻവെന്ററി. ഇപ്പൊ ഈ ഡയറക്റ്റ് മെറ്റീരിയലും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ച് എക്സ്ട്രാ നമ്മൾ പർച്ചേസ് ചെയ്ത് വെക്കും. അപ്പൊ അത് നമ്മുടെ ഡിസയേർഡ് എൻഡിങ് ഇൻവെന്ററി ആണ്. അപ്പൊ ഇതാണ് ടോട്ടൽ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഡയറക്റ്റ് മെറ്റീരിയൽ റിക്വയർഡ് കിട്ടും. ഒരു പെർട്ടിക്കുലർ മന്തിലേക്ക് നമുക്ക് റിക്വയർ ചെയ്യുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ. ഇത് മൈനസ് ബിഗിനിങ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻവെന്ററി. നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഇൻവെന്ററി, ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻവെന്ററി നമ്മൾ ഡിഡക്ട് ചെയ്യും. അത് ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ പർച്ചേസ്, ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് നമ്മൾ എത്ര യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഫോർമുലയാണിത്. ഡയറക്റ്റ് മെറ്റീരിയൽ ടു ബി യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ പ്ലസ് ഡിസയേർഡ് എൻഡിങ് ഇൻവെന്ററി മൈനസ് ബിഗിനിങ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻവെന്ററി ചെയ്യുമ്പോൾ ടോട്ടൽ യൂണിറ്റ്സ് ടു ബി പർച്ചേസ്ഡ് കിട്ടും. ഈ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ഞാൻ ലാസ്റ്റ് നമ്മൾ ചെയ്ത പോലെ ടോട്ടൽ പർച്ചേസ് ഇൻ ടു പെർ യൂണിറ്റ് കോസ്റ്റ്. ഇത് നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ, ഈ ഫോർമുല നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റ്. എത്ര യൂണിറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ്. ക്ലിയർ ആണോ ഈ ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റും ഡയറക്റ്റ് മെറ്റീരിയൽ യൂസേജ് ബഡ്ജറ്റും? ഓക്കെ, ഒരു 5 minutes ബ്രേക്ക് എടുത്തോ, അത് കഴിഞ്ഞ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. ഡയറക്റ്റ് മെറ്റീരിയൽ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 1 റോക്കിംഗ് ചെയർ എന്ന് പറയുന്നത് 3 board feet of 4x8 oak and cost is 12 per feet. ഡയറക്റ്റ് മെറ്റീരിയൽ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 1 ഹൗസ് സൈഡിംഗ് എന്ന് പറയുന്നത് 8 ബോർഡ്സ് റിക്വയർ ചെയ്യുന്നുണ്ട്. അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 15 ആണ്. ഇനി ഡയറക്റ്റ് മെറ്റീരിയൽ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 1 ബാരൽ എന്ന് പറയുന്ന 1 ബോർഡ് റിക്വയർ ചെയ്യുന്നുണ്ട്. അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 18 ആണ്. ഓൾ ഡയറക്റ്റ് മെറ്റീരിയൽ ആർ എക്സ്പെക്ടഡ് ടു ബി ദ സെയിം ഫോർ 2013 ആസ് ദേ വർ ഫോർ 2012. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി നമുക്ക് പെർ യൂണിറ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ റിക്വയർമെന്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ പെർ യൂണിറ്റ് ഡയറക്റ്റ് മെറ്റീരിയലിന്റെ കോസ്റ്റും തന്നിട്ടുണ്ടാവും. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ടു ബി യൂസ്ഡ്. അപ്പൊ ഡയറക്റ്റ് മെറ്റീരിയൽ ഫോർ റോക്കിംഗ് ചെയർ എന്ന് പറയുന്നത് 3050 യൂണിറ്റ്സ് ആണ് നമുക്ക് റിക്വയർ ചെയ്യുന്നത്. ഡയറക്റ്റ് റോക്കിംഗ് ചെയർസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ റിക്വയർ ചെയ്ത യൂണിറ്റ്സ് ആണ് ഈ തന്നേക്കുന്നത്. ഇത് നമ്മൾ ലാസ്റ്റ് പ്രൊഡക്ഷൻ ബഡ്ജറ്റിൽ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ അതിന്റെ വെച്ചിട്ട് തന്നെ നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റ് കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്ന 3 ബോർഡ്സ് റിക്വയർ ചെയ്യുന്നുണ്ട് റോക്കിംഗ് ചെയർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ 3050 × 3 ചെയ്യുമ്പോൾ 9150 യൂണിറ്റ്സ് ആണ് നമുക്ക് ടോട്ടലി റിക്വയർ ചെയ്യുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ ടു പ്രൊഡ്യൂസ് റോക്കിംഗ് ചെയർ. ഇനി ഹൗസിംഗ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 1550 യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തേക്കുന്നത്. അതിന് ഒരു യൂണിറ്റിന് റിക്വയർ ചെയ്യുന്നത് 8 ബോർഡ്സ് ആണ്. അപ്പൊ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12,400 യൂണിറ്റ്സ് നമുക്ക് റിക്വയർ ചെയ്യും ടോട്ടൽ ഡയറക്റ്റ് മെറ്റീരിയൽസ് ഫോർ ഹൗസിംഗ് സ്ലൈഡ്സ്.
ഇനി ബാരൽസ് നോക്കിക്കഴിഞ്ഞാൽ 550 യൂണിറ്റ്സ് നമുക്ക് റിക്വയർ ചെയ്യുന്നുണ്ട്. അതിന് 1 ബോർഡ്സ് ആണ് റിക്വയർ ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് 2550 ഡയറക്റ്റ് മെറ്റീരിയൽസ് നമുക്ക് റിക്വയർ ചെയ്യുന്നുണ്ട് പ്രൊഡക്ഷൻ നടത്താനായിട്ട്. അപ്പൊ നമ്മുടെ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ ടു ബി യൂസ്ഡ് കണ്ടുപിടിക്കുന്ന ടോട്ടൽ യൂണിറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ടു per unit of direct material required. ഇനി നമ്മൾ സെയിം എക്സാമ്പിളിൽ തന്നെ വെച്ചിട്ട് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ യൂണിറ്റ്സ് കണ്ടുപിടിച്ചു. എത്ര യൂണിറ്റ്സ് ആണ് നമുക്ക് പ്രൊഡക്ഷന് റിക്വയർ ചെയ്യുന്ന എത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇതിൽ നിന്ന് നമ്മൾ എത്ര യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യണം. അപ്പൊ പർച്ചേസിങ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ എത്ര യൂണിറ്റ്സ് നമുക്ക് റിക്വയർ ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. ഡയറക്റ്റ് മെറ്റീരിയൽ യൂണിറ്റ്സ് റിക്വയർഡ്. അതുപോലെ തന്നെ അതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എത്ര യൂണിറ്റ്സ് ആണ് നമ്മളൊരു പെർട്ടിക്കുലർ മന്തിൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ പീരീഡിൽ പർച്ചേസ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഫോർമുലയാണ്. ടു ബി യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ plus the desired ending direct material inventory minus beginning direct material inventory. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് യൂണിറ്റ്സ് ആണ്. എത്ര ഡയറക്റ്റ് മെറ്റീരിയൽസ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ് ഇതിൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് നമുക്ക് ഈ പറഞ്ഞ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് റിക്വയർ ചെയ്യുന്ന ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 4/8 ഓക്ക് നമുക്ക് റിക്വയർ ചെയ്യുന്നുണ്ട്. ഈ 4/8 ഓക്ക് നമുക്ക് ടോട്ടലി നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് 9270 യൂണിറ്റ്സ് ആണ് ഈ പറഞ്ഞ 4/8 ഓക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഇനി 1/4 ഓക്ക് നമ്മൾ എത്ര പർച്ചേസ് ചെയ്യുന്നെന്ന് പറയുന്നത് 12,500 ആണ് 1/4 ഓക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഇനി 4 ഫീറ്റ് ഓക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് 2,665 യൂണിറ്റ്സോളം 4 ഫീറ്റ് ഓക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പർച്ചേസിൽ നിന്ന് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് കോസ്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ടോട്ടൽ ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി പർച്ചേസ്ഡ് into per unit cost of direct material. അപ്പോൾ 4/8 ഓക്കിന്റെ പ്രൈസ് നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് 12 ആണ്. അപ്പോൾ 9270 into 12 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അതുപോലെ തന്നെ 1/4 ഓക്കിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 15 ആണ്. അത് മൾട്ടിപ്ലൈ ചെയ്യുക. 4 ഫീറ്റ് ഓക്കിന്റെ റേറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് 18 ആണ്. ഇതും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫൈനലി നമുക്ക് ആൻസർ കിട്ടുന്നത് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ്ഡ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണിത്. ഇത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഈ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എത്ര യൂണിറ്റ്സ് നമുക്ക് റിക്വയർ ചെയ്യുന്നു കണ്ടുപിടിക്കണം. എത്ര യൂണിറ്റ്സ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ പ്രൊഡക്ഷൻ നടത്താനായിട്ട് റിക്വയർ ചെയ്യുന്ന കണ്ടുപിടിക്കണം. അതിൽ നിന്ന് നമ്മുടെ എൻഡിങ് ഇൻവെന്ററി ആഡ് ചെയ്ത് ബിഗിനിങ് ഇൻവെന്ററി മൈനസ് ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ്സ് ആണ് ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്യുന്നത് കണ്ടുപിടിക്കാം. അപ്പൊ ഈ പർച്ചേസ് ചെയ്യുന്ന യൂണിറ്റ്സ് ഇൻടു പെർ യൂണിറ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണോ ഈ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾക്ക്? മാം ഈ $12, $15 റേറ്റിന് അതൊക്കെ പെർ യൂണിറ്റ് കോസ്റ്റ് അല്ലേ? പെർ യൂണിറ്റ് കോസ്റ്റ് ആണ് തന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റിന്റെ. ഇതിൽ ഓൾറെഡി ഇത് ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് 12, 15, 18 പെർ യൂണിറ്റ് കോസ്റ്റ്. അപ്പൊ പെർ യൂണിറ്റ് കോസ്റ്റ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി പർച്ചേസ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് കിട്ടും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, വായിച്ചു നോക്കുക.
ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, നിങ്ങൾ വായിച്ചു നോക്കിക്കോ. ആൻസർ കിട്ടുകയാണെങ്കിൽ പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓപ്ഷൻ സി തന്നെ ആൻസർ. 105,300 തന്നെയാണ് ആൻസർ. ഇപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ഹൗ മച്ച് ഇസ് ദ കമ്പനീസ് പർച്ചേസിംഗ് ബഡ്ജറ്റ് ഫോർ ദ ഫ്ലോർ ഫോർ ദ മന്ത്. ഇപ്പൊ മന്തില് കമ്പനിക്ക് എത്ര ഫ്ലോർ പർച്ചേസ് ചെയ്യണം. A big fine is planning its material purchase budget. During the month, it expects to sell 50,000 units. 50,000 units ആണ് സെല് ചെയ്യാൻ ഡിസൈഡ് ചെയ്തേക്കുന്നത്. Each of which require 1.5 pounds of flour. In addition, it projects a beginning inventory of 3,500 units and closing inventory of 5,500 units. If the standard direct material cost of the flour is 1.35 per pound, how much is the company's purchasing budget for the flour for the month? ഇതിൽ നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട എമൗണ്ട്, ഐ മീൻ യൂണിറ്റില് നമുക്ക് സോറി ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ എത്ര പർച്ചേസ് ചെയ്യണം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ക്വസ്റ്റില് നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട്. സെയിൽസ് 50,000 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ ഡയറക്റ്റ് മെറ്റീരിയൽ റിക്വയർഡ് ഫോർ 1 യൂണിറ്റ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 1.5. അപ്പൊ ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് 1.5 ഡയറക്റ്റ് മെറ്റീരിയൽസ് റിക്വയർ ചെയ്യും. അപ്പൊ ഫസ്റ്റ് നമ്മൾ എത്ര ഡയറക്റ്റ് മെറ്റീരിയൽസ് വേണമെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഫിസിക്കൽ യൂണിറ്റ്സ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് 50,000 ഇൻറ്റു 1.5. ഇത് നമുക്ക് പ്രൊഡക്ഷൻ തന്നിട്ടില്ല, പകരം അവർ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് സെയിൽസ് ആണ്. അപ്പൊ മേ ബി സെയിൽസ് തന്നെ നമുക്ക് പ്രൊഡക്ഷൻ ആയിട്ട് എടുത്താൽ മതി. അപ്പൊ 50,000 ഇൻറ്റു 1.5 ചെയ്യുമ്പോൾ 75,000 യൂണിറ്റ്സ് ആണ് നമുക്ക് റിക്വയർ ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ. അതുപോലെ ഒരു ക്വസ്റ്റിൽ പറഞ്ഞേക്കുന്നത് ഡയറക്റ്റ് മെറ്റീരിയലിന് അവർക്ക് എൻഡിങ് ഇൻവെന്ററി റിക്വയർ ചെയ്യുന്നുണ്ട്. അത് 5,500 യൂണിറ്റ്സ് ആണ് ഡയറക്റ്റ് മെറ്റീരിയലിന്റെ എൻഡിങ് ഇൻവെന്ററി. ബിഗിനിങ് ഇൻവെന്ററി ഉണ്ടായിരുന്നു 3,500. അപ്പൊ ടോട്ടൽ യൂണിറ്റ്സ് റിക്വയർഡ് ടു പർച്ചേസ് എന്ന് പറയുന്നത് 75,000 പ്ലസ് 55,000 നമ്മുടെ എൻഡിങ് ഇൻവെന്ററി മൈനസ് നമ്മുടെ ബിഗിനിങ് ഇൻവെന്ററി 3,700. ടോട്ടൽ 77,000 യൂണിറ്റ്സ് റിക്വയർ ചെയ്യും. ഡയറക്റ്റ് മെറ്റീരിയലിന്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് 77,000 ആണ്. ഇനി നമ്മുടെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട്, ഡയറക്റ്റ് മെറ്റീരിയലിന്റെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് യൂണിറ്റ് പർച്ചേസ്ഡ് നമ്മൾ 77,000 യൂണിറ്റ്സ് ആണ് പർച്ചേസ് ചെയ്തെന്ന് കണ്ടുപിടിക്കും. ഇൻറ്റു നമ്മുടെ പെർ യൂണിറ്റ് കോസ്റ്റ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയലിന്റെ പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 1.35 ആണ്. അപ്പോൾ 77,000 ഇൻറ്റു 1.3 ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ $105,300 ആണ് നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷൻ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക്? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ആ ചോദിച്ചോ. കൃഷ്ണ കേട്ടില്ല, ബ്രേക്ക് ആയിപ്പോ ഇടയ്ക്ക്. മാം ഇതിലിപ്പോ ബിഗിനിങ്ങും ക്ലോസിങ്ങും യൂണിറ്റ് അത് ഇൻറ്റു 1.5 ചെയ്യണ്ട. ഇല്ല, അത് ഇൻറ്റു 1.5 ചെയ്യണ്ട. അത് അവർ പറഞ്ഞേക്കുന്നത് ഡയറക്റ്റ് മെറ്റീരിയലിന്റെ എൻഡിങ് ഇൻവെന്ററിയും ഡയറക്റ്റ് മെറ്റീരിയലിന്റെ ബിഗിനിങ് ഇൻവെന്ററിയും തന്നേക്കുന്നത്. അത് നമ്മൾ 1.5 ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ 1.5 വെച്ച് കണ്ടുപിടിക്കുന്നത് നമ്മൾക്ക് ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ എത്ര യൂണിറ്റ്സ് ആണ് ഒരു പ്രൊഡക്ഷൻ നടത്താനായിട്ട് നമുക്ക് റിക്വയർ ചെയ്യുന്ന ഡയറക്റ്റ് മെറ്റീരിയലിന്റെ യൂണിറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്റ്റ് മെറ്റീരിയൽ എൻഡിങ് ഇൻവെന്ററി ബിഗിനിങ് ഇൻവെന്ററി നമുക്ക് ക്വസ്റ്റിൽ തന്നേക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഇനി അതിൽ വേറെ കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. മാം പക്ഷേ 77,000 ഇൻറ്റു 1.35 ചെയ്യുമ്പോൾ ഈ ആൻസർ അല്ല കിട്ടുന്നത്.
ഈ ആൻസർ അല്ലേ കിട്ടുന്നത്? മാം ബിഗിനിങ് ഇൻവെന്ററി കൂട്ടത്തിലും ക്ലോസിംഗ് ഇൻവെന്ററിയുടെ കൂട്ടത്തിലും 1.5 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആൻസർ കിട്ടുന്നുണ്ട്. ആണോ? വെയിറ്റ് ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ, സോറി എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. എൻഡിങ് ഇൻവെൻട്രി ഇതിൽ 5500 ഇൻറ്റു 1.5 ചെയ്യണം. അതുപോലെ തന്നെ ബിഗിനിങ് ഇൻവെൻട്രിയിലും ഐ തിങ്ക് ക്വസ്റ്റ്യനിൽ അവർ തന്നിരിക്കുന്നത് ഇൻവെൻട്രി ആണ്. ഓക്കെ, ഡയറക്റ്റ് മെറ്റീരിയൽ നമുക്ക് റിക്വയർ ചെയ്യുന്ന ഇൻവെൻട്രി ആണ് തന്നേക്കുന്നത്. ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഇൻവെൻട്രി നമുക്ക് തന്നേക്കുന്നത്. ഞാൻ ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻവെൻട്രി ആയിരുന്നു, എൻ്റെ മിസ്റ്റേക്ക് ആണ്. അപ്പോൾ 5500 ഇൻറ്റു 1.5 ചെയ്യുമ്പോൾ 8250 നമുക്ക് കിട്ടും എൻഡിങ് ഇൻവെൻട്രി. അതുപോലെ തന്നെ ബിഗിനിങ് ഇൻവെൻട്രി 3500 ഇൻറ്റു 1.5 ചെയ്യുമ്പോൾ 5250 കിട്ടും. ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 78,000 ആണ്. 78,000 ഇൻറ്റു 1.35 കിട്ടുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് 105,300 യൂണിറ്റ്സ്, സോറി ഡോളേഴ്സ്. ഓക്കെ, എന്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ക്ലിയർ ആണോ നിങ്ങൾക്ക്? 5500 ഇൻറ്റു 1.5 എന്താ ചെയ്യുന്ന പ്രാവശ്യം കൂടെ പറഞ്ഞുതരുമോ? ഓക്കെ, അതിൽ തന്നേക്കുന്നത് നമുക്ക് ഈ 5500 എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ഫിനിഷ്ഡ് ഗുഡ്സ് നമുക്ക് 5500 ഇത്ര യൂണിറ്റ്സ് വേണമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഡയറക്റ്റ് മെറ്റീരിയൽസ് റിക്വയർമെന്റ് കണ്ടുപിടിക്കണം. അപ്പൊ 55 ഇൻറ്റു 1.5 ഇപ്പൊ ഈ പറഞ്ഞ നമ്മുടെ പ്രൊഡക്ഷൻ ഇൻറ്റു സെയിൽസ് ഇൻറ്റു 1.5 ചെയ്തപ്പോൾ നമുക്ക് 75,000 യൂണിറ്റ്സ് ആണ് റിക്വയർ ചെയ്യുന്നത് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഡയറക്റ്റ് മെറ്റീരിയലിന്റെ നമുക്ക് എൻഡിങ് ഇൻവെന്ററിയുടെ നമുക്ക് തന്നേക്കുന്ന ഫിനിഷ്ഡ് ഗുഡ്സിന്റെ വാല്യൂ ആണ് ഈ തന്നേക്കുന്നത് 5500. ഇനി ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര റോ മെറ്റീരിയൽസ് റിക്വയർ ചെയ്യുന്നത് കണ്ടുപിടിക്കാം. അപ്പോൾ 5500 ഇൻറ്റു 1.5 ചെയ്യുമ്പോൾ നമുക്ക് 8250 യൂണിറ്റ്സ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ദിസ് എൻഡിങ് ഇൻവെന്ററി. അതുപോലെ തന്നെ ബിഗിനിങ് ഇൻവെന്ററി വാല്യൂ നമുക്ക് തന്നേക്കുന്നത് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ വാല്യൂ തന്നേക്കുന്നത് 3500 എന്ന് പറയുന്നത് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. അപ്പൊ ഈ 3500 ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര ഡയറക്റ്റ് മെറ്റീരിയൽസ് റിക്വയർ ചെയ്യണമെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ 3500 ഇൻറ്റു 1.5 ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്ന 5250 യൂണിറ്റ്സ് ആണ്. അപ്പൊ 5250 ഡയറക്റ്റ് മെറ്റീരിയൽസ് നമുക്ക് റിക്വയർ ചെയ്യും ഈ പറയുന്ന ബിഗിനിങ് ഇൻവെന്ററി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ബിഗിനിങ് ഇൻവെന്ററിക്ക് റിക്വയർ ചെയ്യുന്ന ഡയറക്റ്റ് മെറ്റീരിയൽസ്. ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ പറഞ്ഞു. ഞാനത് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ.
29,400 pounds. Question ചോദിച്ചേക്കുന്നത് what is the amount of total direct material needed for production? But the company has budgeted to purchase 88,480 pounds of direct materials. അപ്പോൾ purchase ചെയ്യാൻ ഡിസൈഡ് ചെയ്തേക്കുന്നത് 88,480 pounds ആണ്. The desired ending inventory for direct material എന്ന് പറഞ്ഞേക്കുന്നത് 67,200 pounds. The total material required is 96,600 pounds ആണ്. അപ്പോൾ ടോട്ടലി കമ്പനിക്ക് റിക്വയർ ചെയ്യുന്നത് 96,600 pounds ആണ്. What is the amount of direct material needed for production? പ്രൊഡക്ഷന് നമുക്ക് എത്ര ഡയറക്റ്റ് മെറ്റീരിയൽ റിക്വയർ ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ ഫോർമുല എന്ന് പറയുന്നത് total material required for a production equal to material for production plus desired ending inventory. ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് നമുക്ക് എത്ര മെറ്റീരിയൽ റിക്വയർ ചെയ്യണം അത് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് മെറ്റീരിയൽ ഫോർ പ്രൊഡക്ഷൻ പ്ലസ് നമ്മുടെ ഡിസയേർഡ് എൻഡിങ് ഇൻവെന്ററി ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമുക്ക് ക്വസ്റ്റിനിൽ ചോദിച്ചേക്കുന്ന എന്താ പ്രൊഡക്ഷന് നമുക്ക് റിക്വയർ ചെയ്യുന്ന മെറ്റീരിയൽസ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ളത് ടോട്ടൽ മെറ്റീരിയൽസ് നീഡഡ് ഫോർ ദ പീരീഡ് നമുക്ക് തന്നിട്ടുണ്ട്. ടോട്ടൽ മെറ്റീരിയൽസ് നീഡഡ് എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് 96,600 pounds ആണ് നമുക്ക് ടോട്ടലി ഒരു പീരീഡിലേക്ക് റിക്വയർ ചെയ്യുന്ന മെറ്റീരിയൽസ്. അത് ഡിഡക്റ്റഡ് ബൈ ഇതേ സെയിം ഫോർമുല തന്നെയാണ്, ഇത് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തിട്ടുള്ളൂ. നമുക്ക് പിന്നെ അത് തന്നേക്കുന്നത് എൻഡിങ് ഡിസയേർഡ് എൻഡിങ് ഇൻവെന്ററി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മെറ്റീരിയൽ ഫോർ പ്രൊഡക്ഷൻ ആണ്. പ്രൊഡക്ഷന് നമുക്ക് റിക്വയർ ചെയ്യുന്ന മെറ്റീരിയൽസ്. അപ്പൊ ടോട്ടൽ മെറ്റീരിയൽസ് നീഡഡ് ഫോർ ദ പ്രൊഡക്ഷൻ മൈനസ് ഡിസയേർഡ് എൻഡിങ് ഇൻവെന്ററി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 29,600 ആണ്. ഡിസയേർഡ് എൻഡിങ് ഇൻവെന്ററി 67,200 തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് തന്നേക്കുന്ന എമൗണ്ട് ഒക്കെ പറഞ്ഞേക്കുന്നത് 96,600 ആണ്. ഇതെന്ന് പറയുന്നത് ടോട്ടൽ മെറ്റീരിയൽ നീഡഡ് ഫോർ എ പീരീഡ് ആണ്. അപ്പൊ ഇത് ടോട്ടൽ മെറ്റീരിയൽ നീഡഡ് ഫോർ എ പീരീഡ് മൈനസ് ഡിസയേർഡ് എൻഡിങ് ഇൻവെന്ററി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ മെറ്റീരിയൽസ് നീഡഡ് ഫോർ ദ പ്രൊഡക്ഷൻ വിച്ച് ഇസ് 29,400. ക്ലിയർ ആണോ ഇത്? Total material needed for a period എന്ന് പറയുന്നത് മെറ്റീരിയൽ റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ പ്ലസ് ഡിസയേർഡ് എൻഡിങ് ഇൻവെന്ററി ആണ്. ഈ ടോട്ടൽ മെറ്റീരിയൽ നീഡഡ് ഫോർ എ പീരീഡിന് നമ്മൾ ബിഗിനിങ് ഇൻവെന്ററി ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് പർച്ചേസ് എമൗണ്ട് കിട്ടും. നമുക്ക് എത്ര യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യണമെന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ വായിച്ച ആൻസർ പറഞ്ഞു. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ 13,000. ഓക്കെ, ക്വസ്റ്റ്യൻ്റെ അവർ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് പർസീസ് ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ ഫോർ ഏപ്രിൽ. ഏപ്രിലിലെ ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഓൾറെഡി തന്നേക്കുന്ന ബഡ്ജറ്റഡ് സെയിൽസ് ആർ 12,000 jars for April, 16,000 jars for May and 19,000 jars for June. Each jar require 1.2 pounds of beads and sells for $15. Percy requires ending finished goods inventory equal to 25% of the following month's budgeted sales. What is the Percy's budgeted production for April? അപ്പൊ ഏപ്രിലിന്റെ മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ നമുക്ക് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് യൂണിറ്റ്സ് നീഡഡ് ഫോർ സെയിൽസ് പ്ലസ് ടാർജറ്റഡ് എൻഡിങ് ഇൻവെന്ററി മൈനസ് ബിഗിനിങ് ഇൻവെന്ററി. ഇപ്പൊ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓൾറെഡി സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എൻഡിങ് ഇൻവെന്ററി ബിഗിനിങ് ഇൻവെന്ററി ആണ്. എൻഡിങ് ഇൻവെന്ററി പറഞ്ഞേക്കുന്നത് നെക്സ്റ്റ് പീരീഡിന്റെ 25 സെയിൽസിന്റെ 25% ആയിരിക്കും ഈ ഇയറിന്റെ ഈ പീരീഡിന്റെ കറന്റ് പീരീഡിന്റെ എൻഡിങ് ഇൻവെന്ററി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഏപ്രിലിന്റെ നമ്മുടെ ഏപ്രിൽ കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞേക്കുന്നത്.
ഏപ്രിൽ, ഓക്കെ സോറി, ഏപ്രിലിൽ കണ്ടുപിടിക്കേണ്ട ഏപ്രിലിന്റെ ബഡ്ജറ്റഡ് പീരീഡ് എന്ന് പറയുമ്പോൾ എൻഡിങ് ഇൻവെന്ററി എന്ന് പറയുന്നത് മെയ്യുടെ ബഡ്ജറ്റഡ് സെയിൽസിന്റെ 25% ആയിരിക്കും. അപ്പൊ 16,000 ആണ് മെയ്യുടെ സെയിൽസ് വന്നേക്കുന്നത്. 16,000 ഇൻറ്റു 25% ചെയ്യുമ്പോൾ 4,000 യൂണിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്ന നമ്മുടെ ഏപ്രിൽ പീരീഡിന്റെ എൻഡിങ് ഇൻവെന്ററി. ഇനി ഏപ്രിലിന്റെ ബിഗിനിങ് ഇൻവെന്ററി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മാർച്ചിൽ നമ്മുടെ എൻഡിങ് ഇൻവെന്ററി എന്തായിരുന്നു അതാണ് ഏപ്രിലിന്റെ ബിഗിനിങ് ഇൻവെന്ററി ആയിട്ട് വരുന്നത്. അപ്പൊ മാർച്ചിന്റെ എൻഡിങ് ഇൻവെന്ററി എന്ന് പറയുന്നത് ഏപ്രിലില് നമ്മുടെ സെയിൽസിന്റെ 25% ആയിരിക്കും മാർച്ചിന്റെ എൻഡിങ് ഇൻവെന്ററി. അപ്പൊ 12% ഇൻറ്റു 12,000 ഇൻറ്റു 25% ചെയ്യുമ്പോൾ 3,000 യൂണിറ്റ്സ് ആണ് മാർച്ചിന്റെ എൻഡിങ് ഇൻവെന്ററി. അപ്പൊ മാർച്ചിന്റെ എൻഡിങ് ഇൻവെന്ററി ഏപ്രിലിന്റെ ബിഗിനിങ് ഇൻവെന്ററി ആയിരിക്കും. അപ്പൊ 3,000 യൂണിറ്റ്സ് ആണ് ഏപ്രിലിന്റെ ബിഗിനിങ് ഇൻവെന്ററി. ഇനി പ്രൊഡക്ഷൻ, പ്ലാന്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് number of units needed for sale 12,000 units ആണ് സെയിലിന്റെ ബഡ്ജറ്റഡ് സെയിൽ 12,000 ആണ്, പ്ലസ് 4,000 അത് നമ്മുടെ എൻഡിങ് ഇൻവെന്ററി മൈനസ് 3,000 ടോട്ടൽ 13,000 യൂണിറ്റ്സ് ആണ് നമ്മൾ ആ ഏപ്രിൽ പീരീഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ്. 13,000 യൂണിറ്റ്സ്. ക്ലിയർ ആണ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക്? Okay, next question. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാൻ ചോദിക്കുന്ന ആൾക്കാർ ആൻസർ പറഞ്ഞാൽ മതി. ഓക്കെ, ഓപ്ഷൻ ഡി അല്ല ആൻസർ, ഓപ്ഷൻ എ ആണ് ആൻസർ. ക്വസ്റ്റ്യനില് അവർ പറഞ്ഞേക്കുന്നത് ഹൗ മെനി യാർഡ്സ് ഓഫ് ലെതർ ഡസ് നോർമാൻ നീഡ് ടു പർച്ചേസ്. ഇപ്പൊ പർച്ചേസ് ചെയ്യേണ്ട കാര്യം ചോദിച്ചേക്കുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ എത്ര പർച്ചേസ് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അതും നവംബറിൽ എത്ര പർച്ചേസ് ചെയ്യണം. അപ്പൊ ഇതിൽ നമുക്ക് ഓൾറെഡി തന്നേക്കുന്നത് ഒക്ടോബറിൽ സെയിൽസ് തന്നേക്കുന്നത് 6,400 സാഡൽസ് ആണ്. 8,200 സാഡൽസ് ആണ് നവംബറിൽ വരുന്നത്. ഡിസംബറിൽ 10,300 സാഡൽസ്. ഈച്ച് സാഡൽ റിക്വയർ 1.8 yards of leather, including 2.5 yards for waste. The company requires an ending inventory of leather equal to 30% of the following month's production needed. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ട എത്ര യൂണിറ്റ്സ് ആണ്, എത്ര യാർഡ്സ് ഓഫ് ലെതേഴ്സ് ആണ് അവർ പർച്ചേസ് ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ടു നവംബർ മന്തിന്റെ ഡയറക്റ്റ് മെറ്റീരിയൽ യൂണിറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യാനുള്ള ഫോർമുല, ടോട്ടൽ ബഡ്ജറ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ ടു ബി പർച്ചേസിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ നീഡഡ് ഫോർ ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ പ്ലസ് ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് എൻഡിങ് ഡിസയേർഡ് എൻഡിങ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻവെന്ററി മൈനസ് ബഡ്ജറ്റഡ് ബിഗിനിങ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻവെന്ററി. ഈ ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എത്ര ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഇതിൽ ഡയറക്റ്റ് മെറ്റീരിയൽ നീഡഡ് ഫോർ ബഡ്ജറ്റിംഗ് കണ്ടുപിടിക്കണം. എത്ര ഡയറക്റ്റ് മെറ്റീരിയൽസ് ആണ് നമ്മുടെ പ്രൊഡക്ഷന് നമുക്ക് റിക്വയർ ചെയ്യുന്നത്. അതിന് ഫോർമുല എന്ന് പറയുന്നത് ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ ഇൻടു ഡയറക്റ്റ് മെറ്റീരിയൽ പെർ യൂണിറ്റ്. ഇപ്പൊ ക്വസ്റ്റ്യനില് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് നവംബർ മന്തില് നമുക്ക് റിക്വയർ ചെയ്യുന്നത് 8,200 യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ റിക്വയർ ചെയ്യുന്നത് ഒരു യൂണിറ്റിന്, ഒരു ഔട്ട്പുട്ടിന് നമുക്ക് റിക്വയർ ചെയ്യുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് 1.8 ആണ്. അപ്പൊ ടോട്ടൽ മെറ്റീരിയൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത് 14,760 യാർഡ്സ് ആണ് നമുക്ക് പ്രൊഡക്ഷന് റിക്വയർ ചെയ്യുന്നത്. നവംബർ മന്തിൽ 8,200 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് റിക്വയർ ചെയ്യുന്ന യാർഡ്സ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എൻഡിങ് ഇൻവെന്ററി, എൻഡിങ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻവെന്ററി കണ്ടുപിടിക്കണം. ബഡ്ജറ്റഡ് ബിഗിനിങ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻവെന്ററി കണ്ടുപിടിക്കണം. അപ്പൊ ബിഗിനിങ് ഇൻവെന്ററി കണ്ടുപിടിക്കാനായിട്ട് ഇപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞേക്കുന്നത്
നെക്സ്റ്റ് പീരീഡിന്റെ സെയിൽസിന്റെ 30% ആയിരിക്കും നമ്മുടെ കറന്റ് പീരീഡിന്റെ എൻഡിങ് ഇൻവെന്ററി തന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ബിഗിനിങ് കണ്ടുപിടിക്കാനായിട്ട് നവംബർ മന്തിന്റെ ബിഗിനിങ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻവെന്ററി കണ്ടുപിടിക്കാനായിട്ട് പ്രീവിയസ് പീരീഡിന്റെ എൻഡിങ് ഇൻവെന്ററി നോക്കണം. അപ്പൊ ഒക്ടോബറിന്റെ എൻഡിങ് ഇൻവെന്ററി നോക്കണം. ഒക്ടോബറിന്റെ എൻഡിങ് ഇൻവെന്ററി എന്ന് പറയുന്നത് നവംബറിന്റെ സെയിൽസ്, നവംബറിന്റെ ഡയറക്റ്റ് മെറ്റീരിയലിന്റെ നവംബർ സെയിൽസിന്റെ 30% ആയിരിക്കും നമ്മുടെ ഒക്ടോബറിലെ എൻഡിങ് ഇൻവെന്ററി. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് തന്നിരിക്കുന്നത് സെയിൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇവർ ആകെപ്പാടെ പറഞ്ഞേക്കുന്നത് എൻഡിങ് ഇൻവെന്ററിയുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. എൻഡിങ് ഇൻവെന്ററി അതിപ്പോ എങ്ങനെ ഡയറക്റ്റ് മെറ്റീരിയൽ ആവാം അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം. ഇത് രണ്ടില് ഏതായാലും അവർ ഫോളോ ചെയ്യുന്ന പോളിസി സെയിം ആണ്. 30% ഓഫ് ദ ഫോർകാസ്റ്റഡ് സെയിൽസ് നെക്സ്റ്റ് പീരീഡിന്റെ 30% ഫോർകാസ്റ്റഡ് സെയിൽസ് ആയിരിക്കും കറന്റ് പീരീഡിന്റെ എൻഡിങ് ഇൻവെന്ററി എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് മെറ്റീരിയലിന്റെ കേസ് വന്നാലും ഈ പറയുന്ന കാര്യം അവർ ഫോളോ ചെയ്യുന്നുണ്ട്, ഈ ഒരു പോളിസി അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ നവംബറിൽ ഒക്ടോബറിന്റെ എൻഡിങ് ഇൻവെന്ററി കണ്ടുപിടിക്കാനായിട്ട് നവംബറിൽ നമുക്ക് ഇൻകർ ചെയ്യുന്ന നമ്മുടെ ഡയറക്റ്റ് മെറ്റീരിയൽ, എത്ര ഡയറക്റ്റ് മെറ്റീരിയൽ വേണമെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 14,760 ഡയറക്റ്റ് മെറ്റീരിയൽ നവംബറിൽ നമുക്ക് റിക്വയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ 30% ആയിരിക്കും ഒക്ടോബറിൽ വരുന്ന എൻഡിങ് ഇൻവെന്ററി, ഡയറക്റ്റ് മെറ്റീരിയലിന്റെ എൻഡിങ് ഇൻവെന്ററി എന്ന് പറയുന്നത് നവംബറിന്റെ ഡയറക്റ്റ് മെറ്റീരിയൽ റിക്വയർമെന്റ് 30% ആയിരിക്കും. അപ്പൊ 14,760 ഇൻറ്റു 30% ചെയ്യുമ്പോൾ 4,428 യാർഡ്സ് ആണ് നമുക്ക് റിക്വയർ ചെയ്യുന്നത് ഒക്ടോബറിന്റെ ഡയറക്റ്റ് മെറ്റീരിയലിന്റെ എൻഡിങ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻവെന്ററി. ഒക്ടോബറിന്റെ എൻഡിങ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻവെന്ററി അതിന്റെ നവംബറിൽ ഇൻവെന്ററി ആയിട്ട് മാറും. അപ്പോൾ നവംബറിന്റെ ബിഗിനിങ് ഇൻവെന്ററി എന്ന് പറയുന്നത് 4,428 യാർഡ്സ് ആണ്. നമ്മൾ കണ്ടുപിടിച്ചത് നവംബറിൽ നമുക്ക് റിക്വയർ ചെയ്യുന്ന മെറ്റീരിയൽ ഇൻറ്റു 30% ആണ്. ഇനി നമ്മൾ നവംബറിലെ എൻഡിങ് ഇൻവെന്ററി നോക്കുന്നത് ഡിസംബറിലെ മെറ്റീരിയൽ റിക്വയർമെന്റിന്റെ 30% ആയിരിക്കും നവംബറിന്റെ എൻഡിങ് ഇൻവെന്ററി വരുന്നത്. ഇപ്പൊ ഡിസംബറിന് നമ്മൾ ആദ്യം നോക്കുന്നത് ഡിസംബറിൽ നമുക്ക് എത്ര മെറ്റീരിയൽസ് റിക്വയർ ചെയ്യണം. അപ്പൊ നമുക്ക് ഓൾറെഡി ഡിസംബറിലെ സെയിൽസ് തന്നിട്ടുണ്ട്. 10,300 നമുക്ക് തന്നിട്ടുണ്ട്. 10,300 ഇൻറ്റു 1.8 ചെയ്യണം. 1.8 എന്ന് പറയുന്നത് പെർ യൂണിറ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ റിക്വയർമെന്റ് ആണ്. ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് റിക്വയർ ചെയ്യുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. അപ്പൊ അത് ഇൻറ്റു അത് വാല്യൂ ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 18,540 ആണ് നമ്മുടെ ഡയറക്റ്റ് മെറ്റീരിയൽ റിക്വയർമെന്റ് ഫോർ ഡിസംബർ. അതിന്റെ 30% നമ്മൾ കാണണം. ആ 30% ആണ് 5,562 യാർഡ്സ്. ഇതാണ് നമ്മുടെ നവംബറിന്റെ എൻഡിങ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻവെന്ററി വരുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ലാസ്റ്റ് ടൈം ഞാൻ ചെയ്ത പ്രോബ്ലം തന്നെ കൺഫ്യൂസ്ഡ് ആയി പോയത്, നമുക്ക് സെയിൽസ് ആണ് തന്നിരിക്കുന്നത്. സെയിൽസിൽ നിന്ന് നമ്മൾ ആദ്യം നമ്മുടെ ഡയറക്റ്റ് മെറ്റീരിയൽ റിക്വയർമെന്റ് കണ്ടുപിടിക്കണം. ഡയറക്റ്റ് മെറ്റീരിയൽ റിക്വയർമെന്റ് കണ്ടുപിടിച്ചതിന് ശേഷം വേണം നമ്മുടെ ബിഗിനിങ് ഇൻവെന്ററിയും എൻഡിങ് ഇൻവെന്ററിയും നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ നമ്മൾ മെറ്റീരിയൽ റിക്വയർമെന്റ് നവംബർ മന്തിൽ നമുക്ക് റിക്വയർ ചെയ്യുന്ന മെറ്റീരിയൽ കണ്ടുപിടിച്ചു 14,760 പ്ലസ് നമ്മുടെ എൻഡിങ് ഇൻവെന്ററി എന്ന് പറയുന്നത് 5,562 മൈനസ് ബിഗിനിങ് ഇൻവെന്ററി 4,428. ആൻസർ എന്ന് പറയുന്നത് 15,894 യാർഡ്സ് ആണ് നമുക്ക് നവംബറിൽ പർച്ചേസ് ചെയ്യുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ. നവംബറിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ ആണ് 15,894 യാർഡ്സ്. ക്ലിയർ ആണ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക്? അപ്പൊ ഈ വേസ്റ്റേജിന്റെ 0.25 യാർഡ്സ് ഇല്ലേ, അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുമല്ലേ? അപ്പൊ അത് കുറയ്ക്കണ്ടേ? വേസ്റ്റേജ് അങ്ങനെയുള്ള കണക്ക് കൂട്ടിയാലല്ലോ നമ്മള് എന്താ ബഡ്ജറ്റ് നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ആകെപ്പാടെ നോക്കുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ എത്ര പർച്ചേസ് ചെയ്യണമെന്ന് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അതിൽ നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നും ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല.
ഡയറക്റ്റ് മെറ്റീരിയൽ എത്ര വേണം അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അത് കുറച്ചിട്ടുള്ള എമൗണ്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരങ്ങനെ ഒരു പോയിന്റ് എഴുതിയെന്ന് വെച്ചാൽ അത് കുറച്ച് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. ആകപ്പാട് ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ എത്ര പർച്ചേസ് ചെയ്യണമെന്ന് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക്? ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ നാളെ ചെയ്യിപ്പിക്കാം.